എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു പൊതുവേദിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ കാഴ്ചവെച്ചത്. അതിന്റെ ഗുണം നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചിത്രവും ചരിത്രവും ഒന്ന് നോക്കുക നിങ്ങൾ. നമ്മൾ ചേർന്ന് നിന്നപ്പോൾ നമുക്ക് എന്തൊക്കെ ഇവിടെ നേടാൻ കഴിഞ്ഞു, നമ്മൾ എന്തൊക്കെ ഇവിടെ നേടി, അതാണ് ശരിക്കും നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിന്റെ ഒരു ഗുണഫലത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കണം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മതേതരത്വമാണ്. മതേതരത്വം ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് അന്തസ്സുള്ളൂ, അതനുസരിച്ച് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആർക്ക് വോട്ട് ചെയ്യുന്നു അവർ ജയിക്കും. തല എണ്ണി നോക്കുന്ന ഏർപ്പാടാണ് ജനാധിപത്യം, തല തൂക്കി നോക്കുന്ന ഏർപ്പാടല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ വന്ന് നമ്മുടെ പാർലമെന്റിൽ ഇരുന്നാലും ശരി, അയാൾ ബുദ്ധിമാനാണ്, ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റാണ്, അയാൾക്ക് ഒരു വോട്ടേ ഉണ്ടാവുള്ളൂ. അത്രയൊന്നും ബുദ്ധിയില്ലാത്ത ഒരാൾ പാർലമെന്റിൽ വന്നാലും അയാൾക്ക് ഒരു വോട്ടേ ഉണ്ടാവും. തലന്റെ തൂക്കമല്ല നോക്കുന്നത്, തലയുടെ എണ്ണമാണ്. അപ്പൊ ജനാധിപത്യത്തിൽ കൂടുതൽ ആളുകൾ സംഘടിച്ച് നിൽക്കുക എന്നാണ് പ്രധാനം. നിങ്ങൾ നോക്കുക, നമ്മുടെ രാജ്യത്ത് 3.5 കോടി മുസ്ലിങ്ങളുണ്ട് പശ്ചിമ ബംഗാളിൽ. എന്താ ബംഗാളിലെ മുസ്ലിമിന്റെ അവസ്ഥ? ആ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം ഏതാണ്? ഒരു കാലത്ത് വലിയ വലിയ നവാബുമാര് ഭരിച്ച രാജ്യമാണ് ബംഗാൾ. ആ ബംഗാളി ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് സെൻട്രിങ്ങിന്റെ ജോലിക്ക് പോവാണ്. അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലുമൊക്കെ വീട് നിർമ്മാണ പ്രവർത്തനം പോലെയുള്ള പ്രവർത്തനത്തിൽ ഹോട്ടലിൽ പ്ലേറ്റ് കഴുകാനും അതുപോലെ തന്നെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ബംഗാളി. നല്ല പേരൊക്കെ ഉണ്ടാവും. കെലിമത്ത് തൗഹീദ് പോലും ഉച്ചരിക്കാൻ അവന് കഴിയില്ല, മര്യാദക്കൊന്ന് ഫാത്തി ഓതാൻ അറിയില്ല, മതബോധവുമില്ല, ഭൗതിക ബോധവുമില്ല, സംഘബോധവുമില്ല. ചിതറി നിൽക്കുന്ന ഒരു സമൂഹമായി ഒരു 3.5 കോടി ഉണ്ടായിട്ട് എന്ത് ഗുണം കിട്ടി? 4.5 കോടിയോളം മുസ്ലിങ്ങളുണ്ട് UP എന്ന് പറയുന്ന സംസ്ഥാനത്ത്, ഉത്തർപ്രദേശ്. അവിടെ മുഖ്യമന്ത്രി യോഗിയുടെ പീഡനമേറ്റുകൊണ്ട് മുസ്ലിങ്ങൾ പൊളയുന്നതും പിടയുന്നതും എന്തുകൊണ്ട് പഠിക്കും നിങ്ങൾ? ഇതുപോലെ നമുക്ക് ദീൻ പറയാനും മറ്റുമുള്ള സൗകര്യം അതുപോലെ ഇല്ല അവിടെ. നല്ല നല്ല മുസ്ലിം കേന്ദ്രങ്ങളുണ്ട്, അറബി കോളേജ് ഒറ്റപ്പെട്ടതുണ്ട്. പക്ഷെ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഘബോധം ഇല്ലാതെ പോയി. എന്തേ കാരണം? അവരെ ഇതുപോലെ സംഘടിക്കാൻ, സമൂഹത്തിന് ബോധനം കൊടുക്കാൻ പറ്റിയ നേതൃത്വം അവിടെ ഇല്ലാതെ പോയി. ആളുകൾക്ക് ആ ബോധവുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ വർഗീയത വളരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ചിത്രം പഠിക്കണം നിങ്ങൾ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഈ കൊച്ചു കേരളം മുസ്ലിം ജനസംഖ്യ കൊണ്ട് വർധനവ് കൊണ്ടല്ല ഇവിടെ എത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശം, മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശം കേരളമാണെന്ന് തോന്നിപ്പോകും. അത് തോന്നിപ്പോകും നമുക്ക്. സത്യത്തിൽ കേരളത്തിന്റെ അവസ്ഥ എന്താ? കേരളീയ മുസ്ലിങ്ങളുടെ ചിത്രം ശരിക്കും പഠിക്ക്. കേരളത്തിൽ നമ്മൾ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നൊരു തോന്നൽ പോലെയാണ് കേരളത്തിന്റെ നിലനിൽപ്പ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്ന ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ മദ്രസകൾ വ്യവസ്ഥാപിതമായി നടക്കുന്ന ഇവിടെയാണ്. നല്ല മതസൗഹാർദ്ദം, അന്യമതസ്ഥരോട് നമുക്കൊരു വിദ്വേഷമില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ മുസ്ലിം സഹോദരങ്ങൾ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടെന്താ? എല്ലാവരുമായി സൗഹൃദം. അയൽവാസി ഏത് ജാതിയാണെങ്കിലും അവരോട് സൗഹൃദം. മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറണമെന്നാണ്. ഇസ്ലാം ഒരിക്കലും മനുഷ്യനെ അടിച്ചമർത്താനോ പീഡിപ്പിക്കാനോ പറയുന്നില്ല. അതല്ല ഇസ്ലാമിന്റെ പ്രത്യേകത. നമ്മുടെ അയൽവശത്ത് ഒരാൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജാതിയോ മതമോ നോക്കാതെ നീ അവനെ ഏത് തരത്തിൽ സഹായിക്കണമെന്നാ പറഞ്ഞ സ്ത്രീകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാ തൊബക്ത മറക്കത്താൻ, നിങ്ങളൊരു കറി പാകം ചെയ്താൽ, നമ്മളൊക്കെ കറി എന്ന് പറയുന്ന കറി എന്ത് പേരതിന് പറഞ്ഞാലും ശരി, ചില നാട്ടിൽ ചാറ് എന്ന് പറയും, സാലന എന്ന് പറയും, പലതും പറയും. നിങ്ങളൊരു കറി പാകം ചെയ്യുകയാണെങ്കിൽ അതിലൽപ്പം വെള്ളം വർദ്ധിപ്പിക്കുക. അയൽവാസിയോട് നീ നീതി പുലർത്തുക, അവനെ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അയൽവാസിക്ക് കറി ഇല്ലെങ്കിൽ നിങ്ങളെ കറി അല്പം വെള്ളം വർദ്ധിപ്പിച്ചിട്ട് അവന് കൂടി കൊടുക്കണം. അവൻ ഏത് ജാതിയാ നോക്കണ്ട, അവൻ ഏത് വർഗമാണെന്ന് നോക്കണ്ട. അങ്ങനെ ജാതി നോക്കാതെ, മതം നോക്കാതെ മനുഷ്യത്വം പ്രചരിപ്പിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്ക്, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഒരിക്കലും ഒരു സംഘടന ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധത മാത്രമാണ് ഇസ്ലാമിന്റെ ക്രെഡിബിലിറ്റി. അത് ഞാൻ പറയാം, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. ആ തരത്തിൽ നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹം അന്തസ്സായി ജീവിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞു? അതാ പറയേണ്ടത്. കേരളത്തിലെ മുസ്ലിങ്ങൾ 1ാം സ്ഥാനത്തല്ല, എണ്ണത്തിൽ 6ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്തുമല്ല, 3ാം സ്ഥാനത്തുമല്ല, 6ാം സ്ഥാനത്താണ്. കൃത്യമായി പഠിച്ചു നോക്ക് നിങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് 4.5 കോടിയോളം മുസ്ലിങ്ങളുള്ളത് UP-യിലാണ്. 2ാം സ്ഥാനം 3.5 കോടിയോളം മുസ്ലിങ്ങളുടെ പശ്ചിമ ബംഗാളാണ്. 3ാം സ്ഥാനവും 4ാം സ്ഥാനവും മഹാരാഷ്ട്രക്കും ബീഹാറിനുമാണ്. 1.25 കോടിയും 1.5 കോടിയുണ്ട്. 5ാം സ്ഥാനം ആസാമിനാണ്. ആസാം അവർക്ക് കോടികളാണ്. ആസാമിന് 2 കോടിയിൽ പരം മുസ്ലിങ്ങളുടെ കൃത്യമായ കണക്ക് ആസാമിന്റെ ഇത് കിട്ടൂല. അതങ്ങനെയാണ് അവിടുത്തെ കഥ. അതുകൊണ്ടാണല്ലോ അവിടെ പൗരത്വ നിയമമൊക്കെ കൊണ്ടുവരുന്നത്. കുടിയേറ്റ മേഖല എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി 6ാം സ്ഥാനത്താണ് കേരളം. പക്ഷെ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ അന്തസ്സിന്റെ കാര്യത്തിൽ കേരളം 1ാം സ്ഥാനത്താണ്. അതെന്തേ കാരണം? നിങ്ങൾ ഓർക്കണം, ഞാനൊരിക്കൽ പരിശുദ്ധ ഹറമിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരാവശ്യത്തിന് വേണ്ടി ഉത്തർപ്രദേശിലെ ഒരു പ്രൊഫസർ വന്നിരുന്നു.
അയാൾ ഉംറയെ കൂടി ഉദ്ദേശിച്ച് വന്നതാ. അതുപോലെ അയാൾ അവിടെ വന്ന സമയത്ത് അയാളുമായി സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. അയാൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, കൊച്ചിയിൽ വന്നിട്ടുണ്ട്, ഇവിടെ ചില യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ചില ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ് അദ്ദേഹം, UP-യിലെ. അദ്ദേഹം അന്ന് പറഞ്ഞു, അന്ന് 5 മന്ത്രിമാർ കേരളത്തിലുള്ള സമയം, 5 മന്ത്രിമാർ. അയാൾ ചോദിച്ചു, ഞങ്ങൾ ഏകദേശം 4 കോടിയിൽ പരം ജനസംഖ്യയുണ്ട് മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിൽ, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം. നിങ്ങൾ എങ്ങനെയാണ് ഏകദേശം ഒരു 80 ലക്ഷം മുസ്ലിങ്ങൾ, 1 കോടി തികയാത്ത 4.5 കോടി മുസ്ലിമുള്ള നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിൽ വന്ന ഒരു പ്രൊഫസർ പറയാണ്, യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥൻ പറയാണ്, ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ മാക്സിമം 80 ലക്ഷം മുസ്ലിങ്ങളെ കേരളത്തിലുള്ളൂ, ഞങ്ങളിവിടെ 4.5 കോടിയുണ്ട്, ഞങ്ങൾക്കില്ലാത്ത 5 മന്ത്രിമാർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു സംവിധാനം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എന്താണ് അദ്ദേഹത്തോട് കാരണം പറയേണ്ടത്? അദ്ദേഹം എന്നോട് പരിശുദ്ധ ഹറമിൽ വെച്ച് പറഞ്ഞതാ, എനിക്കിപ്പോഴും മറക്കാൻ കഴിയില്ല. കേരളത്തിന്റെ ഈ സാമൂഹ്യ കെട്ടുറപ്പ് അവരെ അത്ഭുതപ്പെടുത്തുക, അവരെ ശരിക്കും അന്തം പിടിക്കണത് കാര്യം എന്താ? കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ നേടിയെടുത്ത ഈ ഒരു കെട്ടുറപ്പ് അത് ചെറുതല്ല. ആ കെട്ടുറപ്പാണ് നമുക്ക് പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും അതുപോലെയുള്ള മഹാന്മാരായ നേതാക്കളും കെട്ടിപ്പടുത്ത വലിയൊരു പ്രസ്ഥാനത്തിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞത്. എന്ത് നേടി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എന്ത് നേടി എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ മറുപടി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സൗഹൃദത്തോടെ ജീവിക്കാൻ അവസരം ഉണ്ടായി എന്നുള്ളതാണ്. ഉത്തരേന്ത്യയിൽ അത്രയധികം മുസ്ലിങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് മറ്റുള്ളവരോട് യാതൊരു തരത്തിലും സൗഹൃദത്തോടെ പോകാൻ കഴിയുന്നില്ലല്ലോ. പലപ്പോഴും അവിടെ സംഘടനകൾ ഉണ്ടാകുന്നില്ലേ? എന്താ കേരളത്തിൽ അങ്ങനെയുള്ള വർഗീയ സംഘടനകളില്ലാത്തത്? അതിന്റെ കാരണം നമ്മൾ ഈ ഒരുമിച്ച് ജീവിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും മനുഷ്യത്വം കാണിക്കുക എന്നുള്ള നമ്മുടെ നയം. സത്യസന്ധത, വ്യക്തിത്വം, അതാണ് നമ്മുടെ പ്രത്യേകത. ഒരു കളവും പറ്റില്ലല്ലോ ഇസ്ലാമില്. അതല്ലേ നിങ്ങൾ നോക്കൂ, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആലയുടെ ചരിത്രം നിങ്ങൾക്കറിയോ? ഹുദൈഫ റളിയല്ലാഹു തആല, അദ്ദേഹത്തിന്റെ പിതാവ് യമാൻ റളിയല്ലാഹു തആല, ഇവർ രണ്ടുപേരും പരിശുദ്ധമായ ബദർ നടക്കുന്ന സമയത്ത്, ബദറിൽ യുദ്ധത്തിന് കളമൊരുങ്ങുന്ന സമയത്ത് അവർ പരിശുദ്ധ മക്കയിൽപ്പെട്ടു. മക്കൾക്കും മദീനക്കും ഇടയിൽ, മദീനക്ക് അടുത്താണ് ഈ ബദർ. പരിശുദ്ധ മദീനയിൽ നിന്ന് പ്രവാചകരും സംഘവും ബദറിന് വന്നിരിക്കുക. എന്താണ് ബദറിന്റെ പ്രത്യേകത? ബദറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമാണ്. ഇസ്ലാം അതുവരെ പീഡിപ്പിക്കപ്പെട്ടിരുന്ന സമൂഹത്തിന്റെ വേദനയുടെ നാളുകൾ കടിച്ചമർത്തിക്കൊണ്ട് അവർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാണ്. ആദ്യമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ കൃത്യമായി പറഞ്ഞു, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു. ആക്രമിക്കപ്പെട്ടവർക്ക് പ്രതിരോധിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. അവർ ശക്തമായി പ്രതിരോധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അവർ പ്രതിരോധത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം എല്ലാവർക്കും വലിയ താല്പര്യമാണ്. എല്ലാവരും ആ യുദ്ധത്തിന് എത്തിച്ചേരണമെന്ന് ശഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഇവർ രണ്ടുപേരും മക്കയിൽപ്പെട്ടത്. അവരെ പിടിച്ചു വെച്ചു ഖുറൈശികൾ, വിടൂല. അവരോട് പറഞ്ഞു, നിങ്ങളെ വിടൂല. എന്താ കാരണം? നിങ്ങൾ പോയാൽ മുഹമ്മദ് നബിയുടെ കൂടെ നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കും, അതുകൊണ്ട് നിങ്ങളെ വിടൂല, ഉറപ്പിച്ചു പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയെങ്കിലും വിടണം. അപ്പൊ അവർക്ക് വിട്ടിട്ട് നബി തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കണം. ബദറിൽ പങ്കെടുത്തില്ലെങ്കിൽ എന്താ അർത്ഥമുള്ളത്? അത്രമാത്രം ആറ്റുനോറ്റ് അവർ ബദറിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരോട് കെഞ്ചി. അവർ പറഞ്ഞു, ഒരിക്കലും വിടൂല. അവസാനം അവർ പറഞ്ഞു, നിങ്ങളെ വിടണമെങ്കിൽ ഒറ്റ കാര്യം പറയാം, നിങ്ങൾ ഇവിടെ വെച്ച് സത്യം ചെയ്യണം, ഞങ്ങൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കില്ല, പ്രവാചകനെ ഇതിൽ സഹായിക്കില്ല എന്ന് സത്യം ചെയ്താൽ നിങ്ങളെ മദീനയിലേക്ക് വിടാം. സത്യത്തിൽ അവർ മദീനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഈ ഒറ്റ കാര്യത്തിനാണ്. അവർ മദീനയിലുള്ളവരാണ്, പക്ഷേ ഇവിടെ ഒരു ആവശ്യത്തിന് വന്ന് അവരെ പിടിച്ചു വെച്ചു. അവസാനം അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നബിതങ്ങളടുത്ത് എത്തണം, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നബിതങ്ങൾക്ക് സഹായം കൊടുക്കണം എന്ന് ഉറപ്പിച്ചിട്ട് സമ്മതിച്ചു. ശരി, ഞങ്ങൾ സത്യം ചെയ്യാം. കാരണം അവർ മനസ്സിലാക്കിയ എന്താ? ഇത് സത്യം ചെയ്യുന്ന ആ മുസ്ലിങ്ങളോടാണ്. മാത്രമല്ല ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യില്ല എന്ന സത്യം ചെയ്യുന്നത്. അവിടെ ചെയ്യാം. അവർ ചെയ്തു. ഞങ്ങൾ ഒരിക്കലും പ്രവാചകരെ സഹായിക്കില്ല, ഞങ്ങൾ യുദ്ധവും ചെയ്യില്ല, ഞങ്ങൾ മദീനത്തേക്ക് വിട്ടാൽ മതി. അങ്ങനെ സത്യം ചെയ്യിച്ച് അവർ വിട്ട് ഇവർ നേരെ ഓടി വന്നു. പരിശുദ്ധ പ്രവാചകരും സംഘവും യുദ്ധത്തിനൊരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല വന്നിട്ട്, ബാപ്പ യമാൻ, ഇദ്ദേഹം ഹുദൈഫത്ത് ഇബ്നുൽ യമാനാണ്. അദ്ദേഹം പറഞ്ഞു, നബിയെ ഒരു കാര്യം പറയാണ്ട്, ഞങ്ങൾ രക്ഷപ്പെട്ട് വന്നതാണ് ബദറിൽ പങ്കെടുക്കാൻ, ഞങ്ങൾ അങ്ങയുടെ കൂടെ യുദ്ധത്തിന് വരാൻ പോവാണ്, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു കരാർ അവരോട് ചെയ്തിട്ടുണ്ട്, അത് പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ കരാർ ചെയ്തത്? അവർ പറഞ്ഞു, ഈ യുദ്ധത്തിൽ പങ്കെടുക്കില്ലെന്നും നബി തങ്ങളെ സഹായിക്കില്ലെന്നും ഖുറൈശികൾക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സത്യം ചെയ്ത് കരാർ സത്യം ചെയ്ത് വിശ്വസിച്ച് പറഞ്ഞോന്ന് ചോദിച്ചു. ആ പറഞ്ഞു എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, നഫീ ബിഅഹ്ദിഹിം, അവരോട് ചെയ്ത കരാർ പാലിക്കണം. ആ കരാർ പാലിക്കണം. നിങ്ങൾ യുദ്ധത്തിന് വരണ്ട, നിങ്ങൾ യുദ്ധത്തിന് ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചു. എന്താ ചെയ്യാ? അള്ളാഹുവിനോട് സഹായം തേടുക, അലൈഹിം, അവർക്കെതിരെ സഹായം തേടുക. മുസ്ലിങ്ങൾ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന് ദ്വാരന്നോ, ഈ യുദ്ധത്തിന് നിങ്ങൾ വരണ്ട. കണ്ടോ ഇസ്ലാമിന്റെ സത്യസന്ധത? അമുസ്ലിങ്ങളോട് ചെയ്ത വാക്ക്, യുദ്ധത്തിന് ആകെ 313 ആളുള്ള സമയത്ത് 1000-ഓളം ആളോട് യുദ്ധം ചെയ്യുമ്പോൾ 2 ആൾ അതിൽ കൂടിയ മെച്ചമാണ്. ആ 2 ആളോട് നല്ല ആവശ്യത്തിന് യുദ്ധതന്ത്രമൊക്കെ അറിയുന്ന ആളാണ് ഹുദൈഫ റളിയല്ലാഹു തആല.
അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യണ്ട, നിങ്ങൾ മാറി നിൽക്ക്, നിങ്ങൾ അവരോട് സത്യം ചെയ്തല്ലേ പോന്നത്, നിങ്ങൾ ദുആ ചെയ്യും, ഞങ്ങൾ വിജയിക്കാം, ഞങ്ങളെ യുദ്ധം ചെയ്തു. നഫീ ബിഅഹദിഹിം, അവരോട് നിങ്ങൾ ചെയ്ത കരാർ പാലിച്ചേ പറ്റൂ. കണ്ടോ, അതാണ് ഇസ്ലാമിന്റെ സത്യസന്ധത. ഇസ്ലാം അങ്ങനെയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇസ്ലാമിന്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, സത്യസന്ധത, അത് വിട്ടുകൊടുക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ ഇസ്ലാമത പ്രബോധനം നടത്തുമ്പോൾ നബിതങ്ങളെ കള്ളനാക്കിയ ആളുകൾ, നബിതങ്ങൾ ശ്രീലമ്പടനാണെന്ന് പറഞ്ഞവർ, ഒരിക്കലും ഇസ്ലാമിലേക്ക് വരില്ല എന്ന് പ്രതിജ്ഞ ചെയ്തവർ, ഞങ്ങളുടെ ബിംബങ്ങളെ എതിർത്ത മുഹമ്മദിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞവർ, ഒരു ദിവസം നബിതങ്ങളുടെ മുമ്പിൽ വന്നല്ലോ, മുഹമ്മദേ നീ വലിയവനാണ്, ഞങ്ങൾ അംഗീകരിച്ചു. ആരാ വന്നത്? ഖുറൈശി പ്രമുഖരിൽ പലരും. എന്താ വരാൻ കാരണം? അവരുടെ അന്ധവിശ്വാസം. വിശ്വാസമല്ല, അന്ധവിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചു. ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോൾ ഗ്രഹണം ഉണ്ടായി, സൂര്യഗ്രഹണം. അവർക്കൊരു വിശ്വാസമുണ്ട്, ഗ്രഹണം ബാധിക്കുന്നത് ഏതോ പ്രധാനപ്പെട്ട ആൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനിയായ ഒരാൾക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടാകുമ്പോഴാണ്. മുഹമ്മദിന്റെ കുട്ടി മരിച്ചപ്പോൾ മുഹമ്മദ് നബിക്ക് ദുഃഖമുണ്ട്, അപ്പോഴാണ് സൂര്യഗ്രഹണം വരുന്നത്. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നീ വലിയ മനുഷ്യനാന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അവിടെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ പോവാണെന്ന് അവരാഗ്രഹം. നബി തങ്ങൾ ഒന്നും ചെയ്യണ്ട, നബി തങ്ങൾ ഒരു കളവും പറയണ്ട, മിണ്ടാതിരുന്നാൽ മതി, മിണ്ടാതെ എങ്ങനെ ഇരുന്നാൽ മതി. അവർ മുഴുവൻ വിശ്വസിക്കും. ഒരുപാട് ഖുറൈശി പ്രമുഖർ ഇസ്ലാമിലേക്ക് വരും. കുട്ടി മരിച്ചെന്ന് ഗ്രഹണമുണ്ടായി. നബി തങ്ങൾ പുറത്തിറങ്ങിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണ്ട, നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ്. ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ്, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ലാ യൻഖസിഫാനി ബിമൗത്തിൻ വലാ ബിഹയാ, ഒരാൾ ജനിച്ചത് കൊണ്ടോ ഒരാൾ മരിച്ചത് കൊണ്ടോ ഗ്രഹണം ഉണ്ടാവൂല, അത് പ്രകൃതി പ്രതിഭാസമാണ്. ആ അന്ധവിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണ്ട. അവരെ മടക്കി അയച്ചു. നോക്ക്, നബി തങ്ങൾ മിണ്ടാതിരുന്നാൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. ഇസ്ലാം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടോ തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ടോ ആളെ കൂട്ടുന്ന ഏർപ്പാടെയല്ല. ആ തെറ്റ് ജനങ്ങൾക്ക് തിരുത്തി കൊടുക്കണം നമ്മൾ. ഇസ്ലാം സംശുദ്ധമാണ്, സത്യസന്ധമാണ്. ഒരു നിലക്കും സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യം അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഒരു ഹിന്ദു സുഹൃത്തിനോടാണെങ്കിലും ശരി, ഇടപാട് നടത്തിയിട്ട് അവൻ അമുസ്ലിമല്ലേ എന്ന് പറയാൻ പാടില്ല. മരിച്ചു ചെന്നാൽ പടച്ചിറപ്പ് കണക്ക് ചോദിക്കുമ്പോൾ അമുസ്ലിമിന് കൊടുക്കാനുള്ള കണക്കും ചോദിക്കും. അവന് കൊടുക്കാനുള്ള പണം കൊടുത്തിട്ടേ പറ്റൂ. കടം അതും കടം തന്നെയാണ്. മയ്യത്തിന്റെ പുറത്ത് വെച്ച് കടം കണക്ക് പറയുമ്പോൾ മുസ്ലിമിന്റെ കടം മാത്രമല്ല, ഒരു ഹിന്ദുവിന് കൊടുക്കാനുണ്ടെങ്കിൽ ആ കടം കടമാണ്. ജാതീയത ഒരിക്കലും ഇസ്ലാമിന്റെ മുമ്പിൽ ഈ ബന്ധങ്ങൾക്ക് തടസ്സമല്ല. നമ്മൾ ഇസ്ലാമായി ജീവിക്കുന്നു, മറ്റുള്ളവർ മറ്റു മതക്കാരായി ജീവിക്കുന്നു. മനുഷ്യരെന്ന രീതിയിൽ അവർക്കൊക്കെ പരിഗണന കൊടുക്കേണ്ടവരാ നമ്മൾ. ഒരു വർഗീയതയും ഇസ്ലാമിലില്ല, ഒരു ജാതീയതയും ഇസ്ലാമിലില്ല. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ എല്ലാ മതക്കാരെയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ ദീൻ പഠിച്ച കുട്ടികളാണ് ആവശ്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഈ മതേതരത്വം എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കണം. എങ്ങനെയാണ് മതേതരത്വം നിലനിൽക്കുക? നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട്, ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. അത്തരം ആളുകളുടെ ഒരു ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നിസ്കരിക്കാം, നോമ്പ് നോൽക്കാം, സക്കാത്ത് കൊടുക്കാം, ഒക്കെ ചെയ്യാം. രാഷ്ട്രീയ ബോധമൊന്നും എനിക്ക് വേണ്ട, രാഷ്ട്രീയ ബോധമൊന്നും വേണ്ട. നിസ്കരിക്കാം, നോമ്പ് നോൽക്കാം, അള്ളാഹുവിനോട് ദുആ ചെയ്യാം, ഹജ്ജും ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ രാഷ്ട്രീയ ബോധമൊന്നും വേണ്ട. ആ ധാരണ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, ഉമ്മമാര് ഒക്കെ തിരുത്തണം. എന്താ കാരണം? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ മഹാരാജ്യത്ത് രാഷ്ട്രീയ ബോധമില്ലാതെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇപ്പോൾ സൗദി അറേബ്യയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, UAE-യിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ബോധം വേണമെന്നില്ല. കാരണം അവിടെ നടക്കൂല, അവിടെ രാജഭരണമാണ്. ആ രാജഭരണത്തിന്റെ കാലഘട്ടത്തിൽ അവർ തീരുമാനിക്കുന്ന തീരുമാനം നമ്മൾ അംഗീകരിക്കണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിയമം നിർമ്മിക്കുന്നത് നമ്മളാണ്. അപ്പൊ നമ്മൾ ഈ നിയമനിർമ്മാണത്തിന്റെ ഭാഗത്തേക്ക് ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾക്കിപ്പോൾ ഒരു കുട്ടി ജനിച്ചു എന്നിരിക്കട്ടെ. ആ കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ. അതിന് വല്ല സമയം വൈകോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർ വല്ല തടസ്സവും വന്നാൽ പിന്നെ നിങ്ങൾ ആരെ ബന്ധപ്പെടുക? പഞ്ചായത്ത് മെമ്പറെ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ, കോർപ്പറേഷൻ ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അങ്ങനെ. ആ രാഷ്ട്രീയക്കാരൻ്റെ പിന്നാലെ പോയിട്ട് വേണം അത് ശരിയാക്കാൻ. നിങ്ങൾ ഒരു വീടുണ്ടാക്കി തിരിക്കട്ടെ. ആ വീട് കെട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പെർമിഷൻ വേണം. അതിൻ്റെ അളവും അതിൻ്റെ മറ്റു കാര്യങ്ങളും പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ പെർമിഷൻ വാങ്ങണം. നിങ്ങൾ എവിടുന്ന് വാങ്ങും? നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വാങ്ങണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങണം, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വാങ്ങണം. എന്ന പോലെ നിങ്ങളൊരു പള്ളി കെട്ടുകയാണ്. ആ പള്ളി കെട്ടുകയാണ്, ആ പെർമിഷൻ എവിടുന്ന് വാങ്ങണം? നിങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പോയി വാങ്ങണം, അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് കോർപ്പറേഷൻ നിന്ന് വാങ്ങണം. ഇത് മുനിസിപ്പാലിറ്റി അല്ലേ, പഞ്ചായത്തിൽ പോയി വാങ്ങണം. നിങ്ങൾ പഞ്ചായത്തിൽ പോയി വാങ്ങണം. പള്ളി കെട്ടാൻ നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ പെർമിഷൻ വേണം. ആ പെർമിഷൻ വാങ്ങണമെങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കണം. സമയം ദീർഘിക്കുകയോ ബുദ്ധിമുട്ടോ വരുമ്പോൾ മെമ്പറെ കാണേണ്ടി വരും, പ്രസിഡന്റിനെ കാണേണ്ടി വരും, അത് നിങ്ങൾ നീക്കേണ്ടി വരും.
ആര് ചെയ്യും? എന്നാ പിന്നെ ഈ കാര്യം ചെയ്യാൻ നിങ്ങൾ തന്നെ മെമ്പറായാൽ എന്താ? നിങ്ങൾ തന്നെ ചെയ്യുന്ന ആളായാൽ ആരാന്റെ പിന്നാലെ നടക്കണോ? നമ്മുടെ ഒരു മുന്നണി സംവിധാനത്തിൽ അതിന്റെ ഭരണം നമ്മുടെ കയ്യിൽ ഒതുക്കിയാൽ എന്താ ഗുണം? ആരാന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനമല്ലേ കൂട്ടരെ ഇന്ത്യയിലുള്ളത്? ആ സംവിധാനമല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ പള്ളിയിൽ നിസ്കരിക്കുന്നു, നോമ്പരട്ടിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, എനിക്ക് രാഷ്ട്രീയം വേണ്ടെന്ന് പറയാൻ എല്ലാവർക്കും രാഷ്ട്രീയം വേണ്ടി വരും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ റോഡിലിറങ്ങി കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കൽ മാത്രമല്ല, അതിൻ്റെ ഒരു ഭാഗമാണ്. അത് മതസംഘടനകളും പ്രകടനം നടത്താറുണ്ട്, നമ്മൾ റാലി നടത്താറുണ്ട്, നബിദിന റാലികളൊക്കെ നടത്താറില്ലേ, അതതിൻ്റെ ഒരു ഭാഗമാണ്. നേരെ മറിച്ച് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ വേണ്ടേ? നിങ്ങൾ ചിന്തിക്കുക. ഉദാഹരണമായി നിങ്ങൾ നോക്ക്, നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോവിഡ് കാലഘട്ടം വന്നു. കോവിഡ് കാലഘട്ടം വന്നപ്പോൾ നമ്മളൊക്കെ ബുദ്ധിമുട്ടി. എന്തൊക്കെ ഇവിടെ ഉണ്ടായത്? മീറ്റർ കണക്കിന് ആഴത്തിൽ മയ്യത്ത് കുത്തി താഴ്ത്തണമെന്ന് പറഞ്ഞു. JCB കൊണ്ടുവന്ന മയ്യത്തിറക്കേണ്ട ഗതി വന്നു. ശക്തമായി അതിനെതിരെ ഗവൺമെന്റിൽ സമ്മർദ്ദം എത്തിയിട്ടില്ല. അതൊക്കെ മാറ്റാൻ കഴിഞ്ഞത് ഒരു മയ്യത്ത് എവിടെ മറമാടണമെന്ന വിഷയത്തിൽ ദീനികാരിയാണ്. ആ സമയത്ത് നിങ്ങൾ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞിരുന്നാൽ പറ്റുമോ? ആ മയ്യത്ത് മറമാടുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ടവരെ കണ്ട് കൃത്യമായി പരിഹാരം കാണണം. ആ പരിഹാരം കാണാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ രാഷ്ട്രീയത്തിൽ ഈ മത നേതാക്കൾ ആരാണെങ്കിലും ശരി, ഭരിക്കുന്ന ഗവൺമെന്റിനെ സമീപിക്കുക എന്നുള്ള പ്രധാനം. ഭരിക്കുന്ന ഗവൺമെന്റ് പരിഗണിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം ഒരു ശക്തമായ രാഷ്ട്രീയ സംവിധാനത്തിന്റെ കൂടെ നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇതിന് പ്രത്യേകതയുണ്ട്. ഏത് വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ മുനിസിപ്പാലിറ്റി, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ജില്ലാ പഞ്ചായത്ത്, അവിടെയൊക്കെ ഭരണതലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് ഗുണമുണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കും, ഇന്ത്യ മഹാരാജ്യത്ത് എത്ര അനുഭവങ്ങളുണ്ട്? ഓരോ അനുഭവങ്ങളും നോക്ക്. ഇന്ത്യ മഹാരാജ്യത്ത് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നു. പാർലമെന്റിൽ സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞാൽ സംവരണത്തോട് ഒരിക്കലും യോജിക്കുന്ന സംഗതിയല്ല. അതിന്റെ ഗൗരവം ഒരുപക്ഷെ ഈ സദസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ബോധ്യാവൂല. സാമ്പത്തിക സംവരണം നമ്മുടെ സംവരണത്തെ പൊളിക്കുന്ന ഒരു ഏർപ്പാടാണ്. അതിനെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ച മുസ്ലിം ലീഗിന്റെ മെമ്പർമാരല്ലാതെ ആരെങ്കിലും സംസാരിച്ചോ? ഒരാളും സംസാരിച്ചില്ലല്ലോ. അതിനെതിരെ പാർലമെന്റിൽ ശബ്ദിച്ചത് മുസ്ലിം ലീഗിന്റെ മെമ്പർമാർ മാത്രമാണ്. നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പിന്നെ പറഞ്ഞെന്താ? ഇലക്ഷൻ പ്രചരണ സമയത്ത് പോലും അദ്ദേഹം ഉത്തരേന്ത്യയിലൊക്കെ പറഞ്ഞെന്താ? മുസ്ലിം ലീഗ് മാത്രമാണ് സാമ്പത്തിക സംവരണത്തെ എതിർത്തത്. മുസ്ലിം ലീഗ് MP-മാർ അദ്ദേഹം എണ്ണി പറഞ്ഞു. നോക്കണം, ആ പാർട്ടി ചെയ്ത സേവന പ്രവർത്തനത്തിന്റെ, പ്രധാനമന്ത്രിയുടെ വിമർശനത്തിന്റെ, അത് രണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലീഗ് ചെയ്തു എന്നുള്ളതിന് മറുപടി കിട്ടും. നിങ്ങൾക്കറിയോ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഒരു സ്കൂളുകൾ ഉണ്ടായിരുന്നോ നമ്മുടെ ഗ്രാമത്തിലെ മുസ്ലിം മേഖലയിൽ? നമ്മൾ ഓർക്കണം, നമ്മുടെ കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കും നിങ്ങൾ. പഴയ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ പുരോഗതി പഠിച്ചാൽ നമ്മൾ അന്തം വിട്ടു പോകും. നമുക്കൊരു സ്കൂളില്ല, നമുക്കൊരു കോളേജില്ല. ആ കാലഘട്ടത്തിൽ ഡിഗ്രിയിൽ ആളുകളുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഇല്ലല്ലോ. അന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ശരിക്കും പഠിക്കണം. അതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ സമൂഹത്തിന് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി തന്നാരാ? അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സമൂഹത്തിന്റെ വികസനത്തിൽ ഫാറൂഖ് കോളേജ് നമ്മൾ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിന്റെ 100 വർഷങ്ങൾക്കപ്പുറം നമ്മുടെ കേരളക്കരയിൽ അതിന്റെ 100 വർഷങ്ങൾക്കപ്പുറം ക്രിസ്ത്യാനികൾക്ക് നമ്മുടെ കേരളത്തിൽ കോളേജ് ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്രൈസ്തവ സമൂഹം കോളേജ് ഉണ്ടാക്കി, ആ കോളേജിൽ അവർ പഠിച്ചു, അവർ മാർക്ക് വാങ്ങി, അവർ വിദ്യാഭ്യാസപരമായി നമ്മളെക്കാൾ ഒരുപാട് മുമ്പിലെത്തി. അതിന്റെ 100 വർഷങ്ങൾക്ക് ഇപ്പുറത്താണ് നമ്മളൊരു കോളേജ് ഉണ്ടാക്കുന്നത്. ആ കോളേജ് ഉണ്ടാക്കാൻ ആരാ മുന്നോട്ട് വന്നത്? മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുള്ള മഹാന്മാരായ നേതാക്കളല്ലേ ആ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത്. അവരെ മുന്നിട്ടിറങ്ങിയത് കൊണ്ട് നമുക്ക് നല്ല മനോഹരമായൊരു കലാലയം കിട്ടി. നമ്മൾ കേന്ദ്രമന്ത്രിമാരാകുമെന്നോ അല്ലെങ്കിൽ ഇത്രമാത്രം ഭരണത്തിൽ നമുക്ക് ഷെയർ ഉണ്ടാകുമെന്നോ ആരും ചിന്തിച്ചിട്ടില്ലല്ലോ. ആരും ചിന്തിച്ചിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ ഒരുമിച്ചെത്തി ഒരു ഭരണകൂടം സ്ഥാപിച്ചു. ഇനി സ്ത്രീകളുടെ സദസ്സായതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബിന്റെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെ മഹത്വം നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ സമൂഹത്തിന് ചെയ്തു കൊടുത്ത ചില നേട്ടങ്ങൾ, നിങ്ങളുടെ ജില്ലക്കാരനാണല്ലോ, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു കാര്യം ഒരു സ്മരണികയിൽ എഴുതിയിട്ടുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്ത്രീകളെ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്ക് ഒരു സംഘശക്തി ഉള്ളത് കൊണ്ട് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ UAE-യിൽ നിന്ന് ഒരു കുടുംബം, അത് ആ സ്മരണികയിൽ അങ്ങനെ തന്നെ ഉണ്ട്. സ്മരണികയിൽ എഴുതിയ ആ സംഭവം അതുപോലെ തന്നെ ഞാൻ പറയാണ്. UAE-യിൽ നിന്ന് ഒരു ഫാമിലി ഒന്നിച്ച് ഖത്തറിലേക്ക് പോയി. അവർ ഖത്തറിൽ ചെന്നിറങ്ങുന്ന സമയത്ത് അവർക്ക് വിസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഖത്തറിൽ അവർ ചെന്നിറങ്ങുന്ന സമയത്ത് ഖത്തർ എമിഗ്രേഷൻ പോയിന്റിൽ വെച്ചിട്ട്
ഈ വിസ സ്വാഭാവികമായും ആ വിസയിൽ എന്തോ ഒരു ചെറിയ കൃത്രിമം കണ്ടു. സ്വാഭാവികമായും അതിന് കുറവുകൾ ഉണ്ടാവും. ചിലപ്പോൾ തെറ്റായ രീതിയിൽ ആരെങ്കിലും വിസ കൊടുത്തിട്ടുണ്ടാകും. പെട്ടെന്നൊന്ന് അങ്ങോട്ട് പോകണമെന്ന് കരുതി ഒരു അവധിക്കാലത്ത് അവിടെ ചെലവഴിക്കാൻ വേണ്ടി ഒരു ഫാമിലി ഒന്നിച്ചു പോയി ഖത്തറിലെ ദോഹ എയർപോർട്ടിൽ ഇറങ്ങിയതാണ്. അദ്ദേഹം ഒരു പ്രമുഖനായ വ്യക്തിയാണ്. അത്രയൊന്നും ശ്രദ്ധിച്ചില്ല. ചുരുക്കത്തിൽ എമിഗ്രേഷനിൽ തടഞ്ഞു വെച്ചു എന്ന് മാത്രമല്ല, ഈ കൃത്രിമം അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തി അദ്ദേഹം അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് മനസ്സിലാക്കി അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോയാൽ ഈ വിസ എടുത്ത വ്യക്തി എന്ന രീതിയിൽ, ഫാമിലി വിസ സംഘടിപ്പിച്ച വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം ജയിലിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ഒന്ന് മാനക്കേട്, 2 UAE വിസയുള്ള ആളാണ്. ജോലിയെ ബാധിക്കും, വലിയ പ്രശ്നം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു. ഞാനിത് എൻ്റെ വകയായി പറയല്ല. അഹമ്മദ് സാഹിബിനെ കുറിച്ച് ഇറക്കിയ ഒരു സ്മരണികയിൽ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട സ്മരണികയിലാണുള്ളത്. അത് കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ചന്ദ്രിക പ്രസിദ്ധീകരിച്ചതാണ്, നിങ്ങൾ വായിച്ചു. ആ സന്ദർഭത്തിൽ ഇയാള് നേരെ ആ പോയിന്റിൽ വെച്ച് വളരെ വേദനയോടുകൂടി അദ്ദേഹം വിളിക്കുന്നത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഏത് പാതിരാക്കും ഫോൺ എടുക്കും അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഇയാള് ദോഹയിൽ എമിഗ്രേഷൻ പോയിന്ന് വിളിക്കുകയാണ്. അവിടെ പിന്നെ എമിഗ്രേഷൻ ഫോൺ ചെയ്യാനും മറ്റൊക്കെ സമ്മതിക്കുമല്ലോ. പാതിരാക്ക് തങ്ങളെ വിളിച്ചിട്ട് ഇയാൾ ആദ്യം പൊട്ടിക്കരഞ്ഞു. തങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. തങ്ങളുമായി ബന്ധമുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹം തങ്ങളോട് പൊട്ടിക്കരഞ്ഞു. കരച്ചിലിനടക്കിയാ പറയാം, മാനക്കേടല്ലേ, ഭാര്യയും മക്കളും എമിഗ്രേഷൻ പോലും നിർത്തിയിട്ട് നിങ്ങൾ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്താവും നിങ്ങളുടെ അവസ്ഥ? അയാൾ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞിട്ട് അയാൾ തങ്ങളോട് കാര്യം പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, അള്ളാഹു സലാമത്താക്കട്ടെ, ഞാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. പാണക്കാട്ട് വിളിച്ചു പറയാൻ ഒരു കേന്ദ്രം. ഭാഗ്യത്തിന് അന്ന് കേന്ദ്രമന്ത്രിയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ്. അഹമ്മദ് സാഹിബിനെ വിളിച്ചു. അഹമ്മദ് സാഹിബിനെ പാതിരാക്കാൻ തങ്ങൾ വിളിക്കുന്നത്. ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിൽ തങ്ങളുടെ നമ്പറാണ് വീട്ടിലെ. ഏത് പാതിരാക്കും തങ്ങൾ വിളിച്ചാൽ ഫോൺ ഇട്ടണ്ടേ. അഹമ്മദ് സാഹിബ് ഫോൺ എടുത്തു. ബഹുമാനപ്പെട്ട തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി അഹമ്മദ് സാഹിബിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അയാൾ മാനം കെടാൻ പോവാണ്, എത്രയും പെട്ടെന്ന് അയാൾക്ക് എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. ഒറ്റ വാക്കാണ്, അപ്പോൾ വല്ലാത്തൊരു വാക്കാ. അഹമ്മദ് സാഹിബ് അത് മുഖവിലക്കെടുത്തു. അഹമ്മദ് സാഹിബ് ഇതൊരുക്കെ മലപ്പുറത്ത് വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ആ സ്മരണികയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അഹമ്മദ് സാഹിബ് ഉടനെ തന്നെ ആലോചിച്ച് പാതിരാക്ക് ഉറക്കം പോയി. ശിഹാബ് തങ്ങളാണ് വിളിക്കുന്നത്. ഇതാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട വിഷയം, പെട്ടെന്ന് അങ്ങനെ ഇടപെടാൻ പറ്റിയ കേസല്ല. എന്നാൽ ശിഹാബ് തങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? അഹമ്മദ് സാഹിബ് അപ്പോൾ ഓർത്തു, അന്നത്തെ ദോഹയിലെ അംബാസഡർ രഞ്ജൻ മത്തായി അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. ഡിപ്ലോമാറ്റുകളുമായി അടുത്ത ബന്ധമുള്ളതാണ് അഹമ്മദ് സാഹിബ്. ആ ബന്ധം അദ്ദേഹം സൂക്ഷിക്കുകയും ചെയ്യും. അഹമ്മദ് സാഹിബ് രഞ്ജൻ മത്താരിയെ വിളിച്ചു. ഏത് പാതിരാക്ക് മേള വിളിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. വ്യക്തിബന്ധമാണത്, ഡിപ്ലോമാറ്റ് ബന്ധമല്ല. അദ്ദേഹം നേരെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ്, അദ്ദേഹം അന്ന് വിദേശകാര്യ സഹമന്ത്രി കൂടിയാണ്. അദ്ദേഹം നേരെ വിളിച്ചിട്ട് രഞ്ജൻ മത്തായിയോട് പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്ത് വിഷയമാണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ മിനിസ്റ്റർ എന്ന രീതിയിൽ ഞാൻ തയ്യാറാണ്. അദ്ദേഹം കളങ്കമുള്ള ആളല്ല. ഏജന്റ് കൊടുത്ത വിഷയം എന്തിനും പാളിച്ചയായിരിക്കാം, എന്താ വിഷയം എനിക്കറിയില്ല, അതവിടെ എഴുതിയിട്ടില്ല. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള മാർഗം ചെയ്യണം. നേരിട്ട് ഇന്ത്യൻ അംബാസഡർ എമിഗ്രേഷനിൽ ബന്ധപ്പെടുക. ഇന്ത്യയുടെ അംബാസഡർ ഡയറക്റ്റ് എമിഗ്രേഷനിൽ ബന്ധപ്പെടുമ്പോൾ വ്യത്യാസമുണ്ട്. ഇത് ക്രിമിനൽ കേസൊന്നുമല്ല, മയക്കുമരുന്ന് കടത്തിയ കേസൊന്നുമല്ല. ഇതൊരു നിയമപരമായ ഒരു വിസയുമായുള്ള പ്രൊസീജിയറിലെ കേസാണ്. ഇന്ത്യ എന്ത് വേണമെങ്കിലും ചെയ്യാം, സർക്കാർ വേണമെങ്കിൽ സഹായം ചെയ്യാമെന്ന് അദ്ദേഹം വിളിച്ചിട്ട് ആ നിമിഷം അയാളൊന്ന് രക്ഷപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓർക്കണം, ഒരു മാനക്കേടിന്റെ വിഷയത്തിൽ ഒരു മനുഷ്യനും കുടുംബവും നിൽക്കുമ്പോൾ വിളിക്കാനൊരു പാണക്കാട്ടെ തങ്ങളും ഒരു മിനിസ്റ്ററും നിങ്ങൾക്കുണ്ടായത് നിങ്ങളൊരു സംഘശക്തിയായി നിന്നതുകൊണ്ട് തന്നെയാണ് എന്ന് നിങ്ങൾ പഠിക്കണം ആദ്യം. ഇല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. ഒരുമിച്ച് നിന്നതിന്റെ ഗുണമാണ് കിട്ടിയത്. ഒരു മിനിസ്റ്റർ ഉണ്ടാക്കിയത് കൊണ്ടാണ് കിട്ടിയത്. മലപ്പുറത്ത് ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ നിങ്ങളൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം MP ആയി. ആ MP പിന്നെ മന്ത്രിയായി. അതുകൊണ്ട് സമൂഹത്തിന് കിട്ടിയ നേട്ടമാണ്. പാണക്കാട്ട് നിങ്ങൾക്ക് വിളിച്ച് പാതിരാക്ക് സങ്കടം പറയാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇപ്പോഴും ആ കുടുംബം അവിടെ ഉണ്ട്. നിങ്ങൾ ഓർക്കണം. രണ്ടാമത്തെ ഒരു വിഷയം ഞാൻ പറയാം. അതുപോലത്തെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, പെണ്ണുങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു സാധു കുടുംബത്തിലൊരു മനുഷ്യൻ, അതും ആ സ്മരണികയിലുണ്ട്. നിങ്ങൾ സ്ത്രീകൾ ധാരാളമുള്ളത് കൊണ്ടാണ് ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. കെട്ടുകഥ പറയല്ല. അത് ശരിക്ക് ആ ചന്ദ്രിക പ്രസിദ്ധീകരിച്ച സ്മരണികയിൽ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കണം നിങ്ങൾ. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ മറ്റു നായകന്മാരുമൊക്കെ ഇതുപോലെ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്തവ പലതും ഉണ്ടാവും. ചിലത് മാത്രമേ പുറത്തു വരൂ. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയം തന്നെയാണത്. അഹമ്മദ് സാഹിബുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ അഹമ്മദ് സാഹിബ് ജില്ലക്കാരനായതോടുകൂടി നിങ്ങളോട് കൂടുതൽ ഇത് എടുത്ത് പറയാം. നിങ്ങൾ ഓർക്കണം, ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് ചെയ്തു കൊടുത്തൊരു പ്രധാനപ്പെട്ട നേട്ടം തങ്ങളുടെ നിർദ്ദേശപ്രകാരം എന്താ സംഭവം? ഒരു പാവം മനുഷ്യൻ, ഒരു സാധു, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, അയാളുടെ മകള് വിവാഹം കഴിച്ചയച്ചു.
മകളെ വിവാഹം കഴിച്ചയച്ചപ്പോൾ ആ വിവാഹം കഴിച്ചയച്ച് ആ ചെറുപ്പക്കാരൻ സാമ്പത്തികമായി പ്രയാസമുള്ള ആളാണ്. ഇയാളും സാമ്പത്തികമായി പ്രയാസമുള്ള ആളാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ശരിക്കും ചെറുപ്പക്കാരൊക്കെ ആലോചിക്കണം. അങ്ങനെ വിവാഹം കഴിച്ചയച്ച് പാവപ്പെട്ട ഈ കുടുംബത്തിലെ ഈ പാവം മനുഷ്യൻ ഈ മകളെ കെട്ടിച്ചയച്ചു കൊടുത്തു. ആ ഭർത്താവ് ഇയാളുടെ പുതിയാപ്പള, നിങ്ങളെ ഭാഷയിൽ, കണ്ണൂർക്കാരുടെ ഭാഷയിൽ പുതിയാപ്പള. കുട്ടികളൊക്കെ ബാക്കിൽ പോയിരുന്നോളൂ കേട്ടോ. നമ്മളെല്ലാവരും ബാക്കിൽ പോയി എടുത്ത് സുഖമായിട്ട് കസേരി കയറി ഉറങ്ങിക്കൊള്ളിക്കും. മുന്നിലിരിക്കണ്ട, മുന്നിലിരുന്നാലേ പ്രശ്നം. അപ്പോൾ നോക്കാം, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇദ്ദേഹം, ഈ മകൻ വന്ന് ഇദ്ദേഹത്തോട് ചോദിച്ച് ഈ കുട്ടിയുടെ ആഭരണങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം സാമ്പത്തികമായി തികക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അടിയാധാരം വരെ പണയം വെച്ച് ഈ കുട്ടി റിയാദിലേക്ക് പോയി. ഒരു വിസ സംഘടിപ്പിച്ച് പോയി. അവിടെ ചെന്നാൽ സ്വാഭാവികമായി എന്തെങ്കിലും ജോലി കിട്ടുന്ന പ്രതീക്ഷ. ചുരുക്കത്തിൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി പോയി സ്പോൺസർ അത്ര സൗകര്യമുള്ള ഒരു സുഖമുള്ള ആളായിരുന്നില്ല. ഇവൻ ഒരു കത്തയച്ചു വീട്ടിലേക്ക്. പിന്നെ ഇവൻ്റെ ഒരു വിവരമല്ല. ഞാൻ ആ സ്മരണയ്ക്ക് പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾക്കൊക്കെ വരാവുന്ന ഒരു കാര്യമാണ്. ഒരു വിവരവും ഈ ചെറുപ്പക്കാരൻ്റെ വിവരമില്ല, അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. ഇയാളെ കയ്യിൽ ആകെ ഇവൻ്റെ ഒരു കത്തയുണ്ട്. ആ കത്താണെങ്കിൽ ഈ സ്പോൺസറുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു കമ്പനിയുടെ ഒരു കവറിലാണ് അയച്ചിട്ടുള്ളത്. അതൊരു ഭാഗ്യം. കൊടുത്തയച്ച കത്ത, ആ ഒരു കത്തല്ലാതെ വേറൊരു കത്ത് ഇയാളെ കയ്യിലില്ല. ഇവനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. ആരോട് ചോദിച്ചിട്ട് ഇവനെക്കുറിച്ച് അറിയുന്നില്ല. മരിച്ചു പോയോന്ന് പോലും അറിയില്ല. ഇയാളാകെ ബേജാറായി. നിങ്ങളുടെ മകളുടെ ഭർത്താവ് ആ ഒരു അവസ്ഥയിലെത്തിയാൽ നിങ്ങൾ എങ്ങനെ ഉണ്ടാവും? ഇയാളാകെ പതറി. അങ്ങനെ ഇയാൾ പല സ്ഥലത്തും പോയി, ഒരുപാട് സ്ഥലത്ത് പോയി, ഒരു രക്ഷയില്ല. അവസാനം ആളുകൾ പറഞ്ഞു, നിങ്ങൾ പാണക്കാട്ട് പോയി നോക്കും, വേറെ മാർഗമൊന്നുമില്ല. പാണക്കാട് ചെന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സങ്കടം കേട്ടപ്പോൾ ദ്വാരത്തിൻ്റെ ഒരു കത്ത് കൊടുത്തു അഹമ്മദ് സാഹിബിന്. അഹമ്മദ് സാഹിബ് ഡൽഹിയിലുണ്ട്, കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ഇയാൾ ഇവിടെ അന്വേഷിച്ചു. അഹമ്മദ് സാഹിബ് വരുന്ന സമയം കിട്ടുന്നില്ല. ഇയാൾ നേരെ ഡൽഹിക്ക് വണ്ടി കയറി അഹമ്മദ് സാഹിബിൻ്റെ വീട്ടിൽ ചെന്നു. അഹമ്മദ് സാഹിബിൻ്റെ ഭവനത്തിൽ സാധാരണക്കാരനായ മലബാറിൽ ഒരാൾ വന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ചു. കാരണം അധികാലമൊന്നും അങ്ങനെ ചെയ്യില്ലല്ലോ. സ്വീകരിച്ച് വീട്ടിലെത്തി ചായയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ തിരിച്ചു ചോദിച്ചു, എന്താ പ്രശ്നം? തങ്ങളെ കത്ത് കൊടുത്തു. തങ്ങളെ കത്ത് ഹെഡ് കണ്ടപ്പോഴത്തേന് അഹമ്മദ് സാഹിബ് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി. ഇയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അഹമ്മദ് സാഹിബ് ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ച് സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് തിരിച്ചു പറഞ്ഞയച്ചു. ഞാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. നോക്കണം, അഹമ്മദ് സാഹിബ് ഈ കത്ത് വെച്ചിട്ട് നോക്കി, ഒരു രക്ഷയില്ല. ആ കവറുമുള്ളൊരു തെളിവല്ലാതെ പാസ്പോർട്ടിന്റെ കോപ്പി പോലും ഇവിടെ ചെയ്യാം. പാസ്പോർട്ടിന്റെ കോപ്പി പോലും ഇല്ല. പാസ്പോർട്ടിന്റെ കോപ്പി പോലും ഒരു രക്ഷയില്ല. അവസാനം ഇതിന്മേലുള്ള ആ ഒരു കമ്പനിയുടെ പേര് വെച്ചുകൊണ്ട് അദ്ദേഹം പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് കൊടുത്തു. അന്ന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി പിന്നീട് വന്ന ഹാമിദ് അൻസാരി, നമ്മുടെ റിയാദിലെ ഇന്ത്യൻ അംബാസഡർ, ഹാമിദ് അൻസാരി റിയാദിലെ ഇന്ത്യൻ അംബാസഡർ, ഹാമിദ് അൻസാരിക്ക് വിളിച്ചും ചെയ്തു. അൻസാരിയുമായി അഹമ്മദ് സാഹിബിന് നല്ല ബന്ധമുണ്ട്. അദ്ദേഹത്തെ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എൻ്റെ നേതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നെ ഏൽപ്പിച്ച കാര്യമാണ്. നിങ്ങൾ പേഴ്സണൽ എഫർട്ട് എടുത്തിട്ടെങ്കിലും ഈ കുട്ടി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഇന്ത്യയുടെ അംബാസഡർ അല്ലേ, വിപുലമായ ബന്ധം ഉണ്ടാവുമല്ലോ. ഹാമിദ് അൻസാരി ആ കാര്യം പേഴ്സണലായി ഏറ്റെടുത്തു. അദ്ദേഹം ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി, അന്വേഷണ നൈരന്തര്യം നടത്തി. അവസാനം സ്പോൺസറെ കിട്ടി. കുട്ടിയെ കിട്ടിയില്ല, സ്പോൺസറെ കിട്ടി. സ്പോൺസറെ വരുത്തി. ഇന്ത്യൻ കോൺസുലേറ്റ്, ഇന്ത്യൻ അംബാസഡർ ബന്ധപ്പെട്ട കേസാ. അപ്പൊ അയാൾ ഇങ്ങനെ പലരെയും ഇറക്കിയിട്ട് അവിടെയുള്ള നിയമം അനുസരിച്ച് അവരുമായുള്ള ബന്ധം വിച്ഛേദിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി മസറയിലോ മറ്റോട്ട് വേറെ ആളർക്കും. ഇവൻ ചാടിപ്പോയി എന്ന് പറയും. അങ്ങനെയുള്ള ഒരു പ്രത്യേക പ്രകൃതിക്കാരനാണ് ഇയാൾ. അയാൾക്കെതിരെ നിയമപരമായി കേസ് വരുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അതിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഈ ചെറുപ്പക്കാരനെ വിട്ടുകൊടുത്ത് സുഖമായിട്ട് ആ ചെറുപ്പക്കാരൻ ജോലിയൊന്നും കിട്ടില്ല, നാട്ടിലെത്തി. ഈ പിതാവിനുണ്ടായ സന്തോഷം എത്ര വലുതാ നോക്ക് നിങ്ങൾ. ഇല്ല എന്ന് വിചാരിച്ച, മരിച്ചുപോയി എന്ന് വിചാരിച്ച കുട്ടി ഒരൊറ്റ ഇടപെടൽ കൊണ്ട് നാട്ടിലെത്തുകയാണ്. ഒരു വല്ലാത്ത സംഭവമല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞൊരു വാക്കുണ്ട്, അഫ്ദലുൽ അഅ്മാലി ബഅദൽ ഫറാഇദി. ഫർളായ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർവഹിച്ചതിന്റെ ശേഷം, നിസ്കാര, നോമ്പ്, സക്കാത്തൊക്കെ നിർവഹിച്ചതിന്റെ ശേഷം പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ പുണ്യകർമ്മം എന്താണെന്നറിയോ? ഏറ്റവും വലിയ പുണ്യകർമ്മം ഇദ്ഖാലു സുറൂരി അലൽ മുസ്ലിം. ഒരു വ്യക്തിക്ക് സന്തോഷം ജനിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യലാണ്. ആ കുടുംബത്തിന്റെ സന്തോഷം എത്ര വലുതാ! ആ സന്തോഷത്തിന് വേദിയൊരുക്കിയത് ഒരു സംഘടനയല്ലേ? ഒരു സംഘടനയില്ലേ അഹമ്മദ് സാഹിബ് ഉണ്ടാവുമോ? ഒരു സംഘടനയിലേക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കും. അങ്ങനത്തെ ഒരു സംഘടന ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. 1992 മുതൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 10 തവണ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ലോക സംഘടനയിൽ അഥവാ ഐക്യരാഷ്ട്രസഭയിൽ 10 തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രസംഗിച്ചതാരാ? ബഹുമാന്യനായ അഹമ്മദ് സാഹിബ്. എന്താ കാരണം? നമ്മളെ സംബന്ധിച്ചുള്ള മുസ്ലിങ്ങൾ ഈ ന്യൂനപക്ഷം അവഗണിക്കപ്പെടുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു പ്രതിനിധി ലോകത്ത് കയറിക്കൊണ്ട് ഓൺ ബിഹാഫ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. എന്റെ രാജ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. 5 തവണ അദ്ദേഹം കഴുകൽ ചടങ്ങിൽ പങ്കെടുത്തു. 10 വർഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയായി.
19 മാസം മന്ത്രിയായപ്പോൾ 20 ട്രെയിനുകളാണ് കേരളത്തിൽ ഓടുന്നത്. 20 ട്രെയിനുകൾ നോക്കണം നിങ്ങൾ, 20 ട്രെയിൻ. അത്രയും പാസ്സാക്കിയത്. ചിലതൊക്കെ നിലച്ചുവെങ്കിലും ഇപ്പോഴും നടക്കുന്ന ട്രെയിനുകളുണ്ട്. അദ്ദേഹം ചെയ്ത പ്രവർത്തനം, ഞാൻ പറയുന്നത് അത്തരമൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. അവിടെയാണ്. മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിൽ പല വിഷയങ്ങളും വന്നല്ലോ. പൊക്കർ സാഹിബിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഓരോന്നും നോക്കും നിങ്ങൾ. ആ കാലഘട്ടത്തിൽ ഇപ്പൊ NRC വന്നപ്പോൾ അതിനെ ശക്തമായി എതിർത്തതാരാ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോ ഈ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5-2 മാസം മുമ്പ് വഖഫ് റിപ്പീൽ ബിൽ അവതരിപ്പിച്ചു പാർലമെന്റ്. വഖഫ് റിപ്പീൽ ബിൽ എന്താ പറയുന്നത്? വഖഫ് റിപ്പീൽ ബില്ലിൽ പറയുന്നത് വഖഫ് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യക്ക് പറ്റിയതല്ല. വഖഫ് ബോർഡൊക്കെ പിരിച്ചുവിടണം, ഗവൺമെന്റ് അതൊക്കെ ഏറ്റെടുക്കണം. ഇന്ത്യയെ പോലൊരു ജനാധിപത്യ മതേതര രാജ്യത്ത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗം വഖഫ് ഭൂമി അങ്ങനെ സ്വന്തം കൈകാര്യം ചെയ്യാൻ പാടില്ല. അത് ഗവൺമെന്റ് സ്വത്താക്കണം. ഒരു മെമ്പർ അവതരിപ്പിക്കണം രാജ്യസഭയിൽ ഒരു ബില്ല്. രാജ്യസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കൽ സ്വന്തം ഇഷ്ടത്തിന് നടക്കൂല. നേരത്തെ എഴുതി കൊടുത്ത് പെർമിഷൻ വാങ്ങി അതിന്റെ കണ്ടന്റ് പരിശോധിച്ച് എന്താണ് പറയുന്നത് നോക്കിയിട്ടേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ബില്ലിൽ ഇദ്ദേഹം പറയാണ് ലോകത്ത് എവിടെയും സംവിധാനമില്ല, ലോകത്തെല്ലാ രാജ്യത്തിലും ഔക്കാഫ് ഉണ്ട്. ഇങ്ങനെയുള്ള ഈ വ്യക്തിയുടെ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി എതിർത്തത് PV അബ്ദുൽ വഹാബ് എന്ന വ്യക്തിയാണ്. PV അബ്ദുൽ വഹാബ് എങ്ങനെയാണ് പാർലമെന്റിൽ എത്തിയത്? നിങ്ങളൊരു പാർട്ടി ഉണ്ടാക്കിയത് കൊണ്ടാണ്, നിങ്ങൾ ഒരുമിച്ച് വന്നത് കൊണ്ടാണ്. എന്ത് ചെയ്തു ഇതുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായി നിങ്ങൾ നോക്ക്, നമ്മുടെ സമൂഹത്തിന്റെ ജീവൽ പ്രശ്നങ്ങളിൽ ശരിക്ക് ശക്തമായി ഇടപെട്ടുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഓരോ വിഷയത്തിലും, നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഓരോ വിഷയത്തിലും സമയാസമയത്ത് ഇടപെടാനുള്ള ഈ ബില്ല് വരുമ്പോൾ തന്നെ ഇത് ഭാവിയിൽ വന്നുകൂടായികയില്ല. കാരണം എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയിലാണ് അത് അവതരിപ്പിച്ചത്. രാജ്യസഭയിൽ അതിനെതിരെ ശക്തമായി നിലകൊണ്ടു PV അബ്ദുൽ വഹാബ് സാഹിബ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ അടുത്ത് ഹരിയാനയിൽ ഒരുപാട് പള്ളികൾ പൊളിച്ചു, ഇമാമിനെ കൊന്നു, മുസ്ലിങ്ങളെ കച്ചവടശാലകൾ അനുവദിച്ചില്ല. ഒരു സംഘർഷ ഭൂമിക ഉണ്ടായി. പത്രത്തിലായതോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. നമ്മളൊക്കെ പത്രത്തിൽ വരുന്ന പിന്നെ അങ്ങ് മറന്നു. അന്ന് ആ സംഘർഷ ഭൂമിയിലേക്ക് ഒരാൾ ചെല്ലുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ എത്ര മെമ്പർമാരുണ്ട്? ഒരു മെമ്പറാ ചെല്ലുന്ന ET മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നൊരു മെമ്പർ. അയാൾ ചെന്നപ്പോൾ പോലീസ് പറഞ്ഞു കടക്കാൻ പറ്റൂല. അയാൾ പറഞ്ഞു എൻ്റെ സമുദായം ഇവിടെ ദുരിതം അനുഭവിക്കുന്നുണ്ട്, ഒരു സമുദായത്തോടും വിദ്വേഷമില്ല, പക്ഷെ പള്ളികൾ തകർക്കുകയും മുസ്ലിങ്ങൾക്ക് കച്ചവടം നടത്താൻ പറ്റുകയും ഇല്ല എന്ന് പോലീസിന്റെ ഒത്താശയോടുകൂടി ഇവിടെ ചെയ്യുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. എനിക്കത് റിപ്പോർട്ട് ചെയ്യണം പാർലമെന്റിൽ. ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെ പോലീസ് നിന്ന് കൊടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും ആളുകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ബൈക്കിന്റെ പുറകിൽ പോലുമായി MP പോകുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങൾ ചിന്തിക്ക്. എന്താണ് അങ്ങനെ പീഡനം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ മുമ്പിലേക്ക് സമാധാനത്തിന്റെ സന്ദേശവുമായി ഒരു ദൂതനെ പോലെ ചെല്ലാൻ ഒരു MP സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് ഒരു പ്രസ്ഥാനം നിങ്ങൾ കെട്ടിപ്പടുത്തത് കൊണ്ടാണ്. പഠിക്കണം നിങ്ങൾ. ഒരു പ്രസ്ഥാനമുള്ളത് കൊണ്ടാണ്, ഐക്യത്തോടെ നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങളൊക്കെ അത് ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളത് മനസ്സിലാക്കുമ്പോഴേ ചെയ്യും. CH മുഹമ്മദ് കോയ സാഹിബ് പണ്ട് കേരളത്തിൽ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പലരും കരിങ്കൊടി കാണിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആലപ്പുഴയിൽ അദ്ദേഹത്തെ ഒരു യോഗത്തിൽ, ആ യോഗത്തിന്റെ അകത്ത് കടന്നുകൂടിയ ചില ആളുകൾ കരിങ്കൊടി കാണിച്ചു. പെട്ടെന്ന് അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേൽപ്പോൾ ചാടി വീണ് കരിങ്കൊടി കാണിച്ചു. നക്സൽ പ്രവർത്തകരായിരുന്നു. പഴയകാലത്ത് നക്സൽ പ്രവർത്തനം നിങ്ങൾക്കറിയാലോ, വർഗീസിനെയൊക്കെ പിടികൂടിയ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് പോലീസ് ചെയ്യുന്ന പ്രവർത്തനം, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായതുകൊണ്ട് ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബെ ശക്തമായി നക്സൽ പ്രവർത്തകർ എതിർക്കുന്ന ഒരു സമയമാണ്. അവർ ചാടി വീണു. പ്രവർത്തകർ ചാടി വീണ് കരിങ്കൊടിയുമായിട്ട് പോലീസ് അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഓടിയെടുത്തപ്പോൾ CH മൈക്ക് പോയിന്റിൽ വന്നിട്ട് പ്രസംഗിക്കാൻ വന്ന CH പറഞ്ഞു, ഒരൊറ്റ പോലീസുകാരൻ അവരെ കൈകാര്യം ചെയ്യരുത്, ഞാൻ കൈകാര്യം ചെയ്യാമെന്ന്. നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത്. അവർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു. CH മൈക്ക് പോയിന്റിൽ സദസ്സ് ഇളകി. എല്ലാവരോടും അടങ്ങിയിരിക്കാൻ പറഞ്ഞു CH. എല്ലാവരും അടങ്ങിയിരിക്കണം, ഇതെനിക്ക് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ ബഹളം വെക്കുന്ന ആളുകളോട് പറഞ്ഞു, ഒരൊറ്റ നിമിഷം ഞാനൊരു കാര്യം പറയട്ടെ എന്ന് വെച്ചു. പെട്ടെന്ന് അങ്ങനെ ഒരേ നിന്നു. നിങ്ങൾ ഈ ഉയർത്തിപ്പിടിക്കുന്ന കരിങ്കൊടി ഉണ്ടല്ലോ, മലപ്പുറത്തെ മാപ്പിള പെണ്ണുങ്ങൾ, അന്ന് കറുത്ത തുണി എടുക്കുക, പഴയ കാലത്ത് അത് മാറിയതപ്പോ. മലബാറിലെ മാപ്പിള പെണ്ണുങ്ങൾ കറുത്ത തുണി എടുത്തുകൊണ്ട് നിസ്കാര കുപ്പായം ഇട്ടുകൊണ്ട് നിസ്കരിച്ച് അവർ എനിക്ക് വേണ്ടി ദുആ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. അവരെ ദുആ ആണ് എൻ്റെ പ്രസ്ഥാനത്തെയും എന്നെയും ഇവിടെ എത്തിച്ചത്. ഞാൻ ഇന്ന് മന്ത്രിയാണെങ്കിൽ ആ കറുത്ത തുണി എടുക്കുന്ന സ്ത്രീകളുടെ വിശ്വാസത്തോടെ എനിക്ക് കടപ്പാടുണ്ട്. നിങ്ങളുടെ ഈ കറുത്ത തുണി കാണുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. നിങ്ങളത് ഉയർത്തി വീശിയാൽ എനിക്ക് കൂടുതൽ ആവേശം കിട്ടുന്നു. ആവേശം കിട്ടാനാണെങ്കിൽ പിന്നെ ഇത് വീശണ്ടല്ലോ. അവരത് മടക്കിയിട്ട് പോയി. പോലീസൊന്നും കൈകാര്യം ചെയ്യേണ്ടി വന്നില്ല, അവരത് മടക്കിയിട്ട് പോയി. കാരണം അദ്ദേഹത്തിന് ഈ കറുപ്പ് കാണുമ്പോൾ ആവേശമാണെന്ന് പറഞ്ഞാൽ ആവേശം കെടുത്താനാ കറുപ്പ്. കറുത്ത തുണിയെടുത്ത സ്ത്രീകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഓർമ്മയാണ് എനിക്ക് വരുന്നതെന്ന് CH പറഞ്ഞപ്പോൾ അവരോട് അടങ്ങി. അതാണ് ശരി. നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകൾ പ്രാർത്ഥിച്ചിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയത്.
നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയാനുള്ളത്, മറ്റു രാഷ്ട്രീയ സംവിധാനങ്ങളെ പോലെ മതത്തിന്റെ പുറത്തേക്ക് ചാടിയുള്ള പ്രവർത്തനമല്ല ചെയ്യേണ്ടത്. മതനിരാസമല്ല നമ്മൾ ചെയ്യേണ്ടത്, മതബോധമുള്ള പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ മതബോധത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിനാണ് നമ്മൾ കളമൊരുക്കേണ്ടത്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ഉപ്പമാരോടും ഒക്കെ പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ അതിനുവേണ്ടി നമ്മൾ സജ്ജരാക്കണം. അതിലേറ്റവും പ്രധാനമായി സമൂഹത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കലാണ് ശരി. ഒരുമയോടെ നിന്നാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. ഞാൻ ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഹദീസ് മറ്റു ഹദീസുകളെ പോലെ എല്ലാ ഹദീസുകളും ഒരുപോലെയല്ല. ചില ഹദീസുകൾക്ക് ചില പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹദീസിന്റെ ആമുഖമാണിത്. റഹിമല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മൻ സമിഅ മഖാലതി, ഞാൻ ഈ പറയുന്ന വാക്ക് കേൾക്കുക, എന്നിട്ടോ ഞാൻ പറയുന്ന ഈ വാക്ക് കേൾക്കുകയും ഹത്താ യുബല്ലിഗഹാ ഗൈറഹു, വേറുള്ളവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം. മനസ്സിലാക്കണം നിങ്ങൾ, ഞാൻ ഈ പറയുന്ന ഹദീസ് നിങ്ങൾ കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്താൽ അവനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു വലിയ ഹദീസാ പറയാൻ പോകുന്നത്. നബി തങ്ങൾ പറയാം, ആമുഖം എന്താ? ഞാൻ പറയണ നിങ്ങൾ കേൾക്കുക, നിങ്ങൾ കേട്ടാൽ പോരാ, വേറുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. എന്താ? നിങ്ങൾക്ക് അള്ളാന്റെ അനുഗ്രഹം ഉണ്ടാവും. നിങ്ങളും അത് ചെയ്യണം. റസൂലുള്ളാഹിന്റെ കൽപ്പന എന്താണ്? ആ കാര്യം സലാസുൻ, 3 കാര്യങ്ങൾ. ലാ യഗുല്ലു അലൈഹിന്ന ഖൽബു ഇംറിഇൻ മുഅ്മിനിൻ, ഒരു മുസ്ലിമായ ഖൽബു ഇംറിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയം ഒരിക്കലും വഞ്ചനയിൽ ചെന്ന് ചാടൂല. നിങ്ങൾ എവിടെയും പെടൂല, നിങ്ങൾ ആരും വഞ്ചിക്കൂല, നിങ്ങൾ ആരും പറ്റിക്കൂല. ഈ 3 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, 3 കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആരും വഞ്ചിക്കൂല. ചില ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മളതിൽ കുടുങ്ങിപ്പോകും. അത് ശരിയാന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ള ചില സ്വഭാവമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയില്ല. എന്താ? ഒന്ന് ഇഖ്ലാസുൽ അമലി ലില്ലാഹി, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെങ്കിലും മതപ്രവർത്തനം നടത്തുകയാണെങ്കിലും ശരി, നിങ്ങൾ ചെയ്യേണ്ടത് ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി. മരിച്ചിട്ട് കൂലി കിട്ടണം എന്നുള്ള നിലക്ക് ചെയ്യാം, മരിച്ചിട്ട് പ്രതിഫലം കിട്ടണമെന്നുള്ള നിലക്ക് ചെയ്യാം. അതെന്ത് നല്ല പ്രവർത്തനം നിങ്ങൾ ചെയ്യുമ്പോഴും നന്മക്ക് വേണ്ടി ചെയ്യാം. രണ്ടാമത്തത് വന്നുസ്ഹു ലിഅഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതൃത്വത്തോട് ഗുണകാംക്ഷ വെക്കുക. നമ്മുടെ നേതാക്കളോട് ഗുണകാംക്ഷ, അതാണ് ഇന്ന് ഏറ്റവും കുറവുള്ളത്. എന്താ കാര്യം? എല്ലാവരും നേതാക്കന്മാരാണ്, ആരും ആരെയും അനുസരിക്കൂല. ഒക്കെ നേതാക്കന്മാരാണ്, ഒക്കെ വലിയ നേതാക്കന്മാരാണ്. സയ്യിദന്മാരെ ആലിമീങ്ങളൊന്നും ആരും ബഹുമാനിക്കൂല, നാട്ടു നായകന്മാരെ ബഹുമാനിക്കൂല. വാപ്പാനെ വരെ മക്കളെ ബഹുമാനിക്കാത്ത അവസ്ഥ വന്നാൽ പിന്നെന്താ? സ്വന്തം പിതാവിനെ മക്കൾ അനുസരിക്കാത്ത കാലഘട്ടം വന്നാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു കാലഘട്ടത്തിൽ അപ്പം നമ്മളുള്ളത്. സ്വന്തം ഉമ്മാനെ മക്കൾ അനുവദിക്കാത്തൊരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതാണ് നമ്മൾ നേതൃത്വത്തോട്, നമുക്കൊരു നേതൃത്വം ഉണ്ടാകണം. ആ നേതൃത്വത്തെ നമ്മൾ അനുസരിക്കപ്പെടണം. അവരെന്താണോ പറയുന്നത് നമ്മൾ കേൾക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തത് എന്താ? വലുസൂമു ജമാഅത്തിഹിം, സംഘബലം മുറുകെ പിടിക്കുക. 3 കാര്യമാണ് നബി തങ്ങൾ പറഞ്ഞത്. ഹദീസായത്. 1 സംഘടിതമായി നിൽക്കുക, 2 നിങ്ങൾ നേതൃത്വത്തെ അനുസരിക്കുക, 3 ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക. പേരിനോ പെരുമക്കോ വേണ്ടി പ്രവർത്തിക്കരുത്. സംഘടിതമായി തന്നെ നിൽക്കണം. സംഘടനയിൽ ഭിന്നിപ്പം വരാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്കൊരിക്കലും വഞ്ചനയിൽ കുടുങ്ങേണ്ടി വരില്ല. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ വഞ്ചനയിൽ കുടുങ്ങണം. എന്താ കാരണം? ഒരാൾ വന്നിട്ട് അങ്ങാടി പ്രസംഗിക്കുകയാണ്, പൗരത്വ പ്രശ്നത്തിനെതിരെ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്, ആ പ്രസംഗം കേട്ടാൽ മതി, ഒക്കെ ആയിപ്പോയി, റെഡിയായി, എല്ലാ പ്രശ്നവും പരിഹരിച്ചതുപോലെയാണ്. അടിസ്ഥാന പ്രശ്നമോ അതിന്റെ പേരിലുണ്ടായ ഒരൊറ്റ കേസും പിൻവലിക്കപ്പെട്ടില്ല. നിങ്ങൾ നോക്ക്, എല്ലാ NRC ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്, റെഡി എന്ന് പറഞ്ഞതല്ലേ. പലസ്തീൻ പ്രശ്നത്തിൽ കൂടെയുണ്ട്. പക്ഷെ സംവരണത്തിൽ നമ്മുടെ 2 ടേൺ എടുത്തു, ഇന്ന് വരെ അത് മാറ്റിയിട്ടില്ല. നമ്മുടെ സംവരണത്തിൽ 2 ടേൺ പോയാൽ 100-ൽ 2 പോയി. ഒരു കൊല്ലം PSC നിയമിക്കുന്ന 36,000 ഉദ്യോഗസ്ഥന്മാരിൽ 700 ഉദ്യോഗസ്ഥന്മാർ മുസ്ലിങ്ങൾ പുറത്താവും. അറിയോ നിങ്ങൾക്ക്? അത് ഫണ്ടമെന്റലാ, അടിസ്ഥാനപരമായ കാര്യമാണ്, ബേസിക്കായ കാര്യമാണത്. മറ്റേത് വെറും വർത്താനാണ്. ഇതെന്താ? അടിസ്ഥാനപരമായ കാര്യത്തിലൊരു സഹായം ഉണ്ടാവില്ല. ഒരാൾ വന്നിട്ട് റോഡിൽ വന്ന് പ്രസംഗിക്കുക. എന്താ പ്രസംഗിക്കുന്നത്? പഴയ കാലത്തെ മുസ്ലിം ലീഗ് കൊള്ളാം, ബാഫക്കിത്തങ്ങളും തിരക്കടില്ല, പൂക്കോയത്തങ്ങളും തിരക്കടില്ല, നീ ചിലപ്പോൾ ഇതല്ലേ ശാബ്ദങ്ങളും തിരക്കടില്ല എന്ന് പറയും മരിച്ചാൽ. പിന്നെ ഇപ്പോഴത്തെ എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അയാൾ പറയുന്നതിനും കാര്യമുണ്ട് എന്നാ പറയും. കുടുങ്ങി, അവന്റെ മനസ്സ് പോയി. ആരെങ്കിലും വാചയോടൊപ്പം നിർത്തുമ്പോൾ കുടുങ്ങാൻ. അങ്ങനെ കുടുങ്ങാതിരിക്കണമെങ്കിൽ 3 കാര്യം വേണം. സംഘബലം മുറുകെ പിടിക്കണം, ആത്മാർത്ഥത വേണം, നമ്മുടെ നേതാക്കൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവസരം വേണം. അതാ ചെയ്യേണ്ടത്. അത് ചെയ്യാതിരുന്നാൽ അപകടമാണ്. കൂട്ടത്തിലൊരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ, ഞാൻ വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പൂർവ്വകാല പാരമ്പര്യം അനുസരിച്ച് തന്നെ നമ്മൾ ഇന്ന് വരെയുള്ള നമ്മുടെ പാരമ്പര്യം ഒന്ന് പഠിച്ചു നോക്ക്. നിങ്ങൾ നമ്മളെങ്ങനെ ഭിന്നിച്ചത്, നമ്മളെങ്ങനെ തമ്മിലടിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? സ്പെയിൻ മുസ്ലിം രാജ്യത്തെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ്. സ്പെയിനിലല്ലേ മുസ്ലിങ്ങളുടെ എല്ലാ വിദ്യാഭ്യാസ വിപ്ലവങ്ങളും നടന്നത്? ലോകത്തിന് വിജ്ഞാനം പകർന്നു കൊടുത്തത് സ്പെയിനല്ലേ?
ആ സ്പെയിൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന യൂറോപ്പ് ഉറങ്ങല്ലേ? അതല്ലേ നമ്മുടെ അവസ്ഥ? ഏറ്റവും വലിയ വിജ്ഞാനികൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, മതപണ്ഡിതന്മാർ ഒക്കെ കുർത്തുബ സർവകലാശാലയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. വലിയ ഭരണകൂടമായിരുന്നു. അവസാനത്തെ സ്പെയിനിലെ രാജാവാര അബു അബ്ദുള്ള മുഹമ്മദ്. ഗ്രനഡയിൽ മാത്രം ഒഴുകുന്ന ഗ്രനഡ എന്ന് പറയുന്ന ആ സ്പെയിനിലെ പ്രധാന നഗരത്തിൽ ഭരണം നടത്തുമ്പോൾ എന്താ പറ്റിയത്? സ്വന്തം സഹോദരൻ, സ്വന്തം ഉടപ്പുറപ്പിനെ തടയാൻ ഫെർഡിനാൻഡ് രാജാവിനും ഇസബെല്ലയും കൂട്ടുപിടിച്ചു. സ്വന്തം സഹോദരനെ തകർക്കാൻ അവരെ കൂട്ടുപിടിച്ചു. അവർ അദ്ദേഹത്തെ തോൽപ്പിച്ചു, അദ്ദേഹത്തിന്റെ സഹോദരനെയും തോൽപ്പിച്ചു. 8 നൂറ്റാണ്ട് പഠിക്കണം നിങ്ങൾ. 8 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 1492 അസ്തമിച്ചു. 8 നൂറ്റാണ്ട് 800 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചൊരു പ്രദേശം കയ്യിൽ നിന്നാണ് പോയി. എങ്ങനെ? ശത്രുവിന്റെ മിടുക്കൊണ്ടല്ല, നമ്മൾ തമ്മിൽ തല്ലി. സ്വന്തം സഹോദരൻ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഫെർഡിനാൻഡ് രാജാവിനെ ഇസബെല്ലയും കൂട്ടുപിടിച്ചൊരു മുസ്ലിമിനെ കുറിച്ച് ഓർത്തു നോക്ക് നിങ്ങൾ. അവിടെ രാജാവാ, അവർക്കൊപ്പം നിന്നു, അവർ ഇവരെ തകർത്തു, ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നില്ല. അവർക്ക് അധികാരം കിട്ടിയപ്പോൾ ഇദ്ദേഹത്തെ നശിപ്പിച്ചു. സ്വന്തം സഹോദരൻ ഒഴിവാക്കാൻ വേണ്ടി കൂടെ നിന്നപ്പോ അവസാനം അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ആ കൊട്ടാരം കയ്യിൽ നിന്ന് കൊടുക്കുന്ന അൽ ഹംറ എന്ന് പറഞ്ഞ കൊട്ടാരത്തിന്റെ താക്കോല് ഫെർഡിനാൻഡിന്റെ കയ്യിൽ കൊടുക്കുമ്പോ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കൊടുക്കേണ്ടി വന്ന എന്തുകൊണ്ടാ? സ്വന്തം സഹോദരനെ അകറ്റി നിർത്താൻ വേണ്ടി അവരെ സഹായം തേടിയതുകൊണ്ടാ. ആഫ്രിക്കയിൽ പോയിട്ട് എരന്ന് ജീവിക്കണം അദ്ദേഹം ചെയ്തത്. ലോകത്തിന്റെ നെറുകയിൽ വെന്നിക്കൊടി പാറിച്ച് 8 നൂറ്റാണ്ട് മുസ്ലിം ഭരണത്തിന്റെ ഈറ്റില്ലമായിരുന്ന സ്പെയിനിന്റെ ഭരണാധികാരി, അവസാനത്തെ ഭരണാധികാരി ആഫ്രിക്കയിൽ പോയിട്ട് തെണ്ട് ചെയ്തത് നമുക്ക് വരുന്നത് ഓർക്കണം നിങ്ങൾ. ഇന്ത്യ മഹാരാജ്യത്തെ ബ്രിട്ടീഷുകാർ എങ്ങനെ ആധിപത്യം സ്ഥാപിച്ചത് പഠിക്കും നിങ്ങൾ. ചരിത്രം പഠിക്ക്, ചെറുപ്പക്കാര് പഠിക്ക്. നമ്മൾ ഭിന്നിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരുമിച്ച് നിൽക്കുന്നിടത്ത് തന്നെയാ ഭിന്നിപ്പ് വരിക. കുശുമ്പും കുറുമ്പും കെറുവും വെച്ചിട്ട് തമ്മിലടിച്ച് ഭിന്നിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ പഠിക്കണം നിങ്ങൾ. ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിൽക്കുന്നത് ആരെയും പാഠം പഠിപ്പിക്കാനല്ല, ആരെയും എതിർക്കാനല്ല, ആരെയും ആക്ഷേപിക്കാനല്ല. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമേതാ? ഒട്ടോമൻ ഭരണകൂടം. ലോകത്തെ ഏറ്റവും വലിയ ഭരണകൂടം ഒട്ടോമൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ കിഴക്ക് പേർഷ്യൻ കടലിടുക്ക് മുതൽ പടിഞ്ഞാറ് അൾജീരിയ വരെ. മാപ്പ് ഒന്ന് വെക്കണം, മാപ്പ് വെച്ചിട്ട് വരച്ചു നോക്കണം നിങ്ങൾ. പടിഞ്ഞാറ് അൾജീരിയ വരെ, തെക്ക് സുഡാൻ മുതൽ വടക്ക് ദക്ഷിണേഷ്യ വരെ നീണ്ടു നിൽക്കുന്ന വലിയ രാജ്യം. അതാണ് ഒട്ടോമൻ ഭരണകൂടം. ഉസ്മാനിയ ഖിലാഫത്ത്, സൗദി അറേബ്യ മുതൽ, അതുപോലെ തന്നെ ഈജിപ്ത്, അതുപോലെ തന്നെ ഷാം എന്ന് പറയുന്ന പലസ്തീൻ, അതുപോലെ തന്നെ ലബനോൺ, ജോർഡാൻ, അതുപോലെ ഇറാൻ, ഇറാഖ്, തുർക്കി, എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഒറ്റ ശക്തി. അത്ര ശക്തി ലോകത്ത് വേറില്ല, അത്ര വലിയ ലോകശക്തി വേറില്ല. ആ ലോകശക്തിയാണ് 1-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ കൂടെ നിന്നത്. അവർക്കെതിരെയാണ് ബ്രിട്ടൻ നിന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ ജർമ്മനിക്കെതിരെ. ജർമ്മനിക്കൊപ്പം ഒട്ടോമൻ ഭരണകൂടം നിന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ അവരെന്താ ചെയ്തത്? അവസാനം അവരെന്താ ചെയ്തത്? ഹിജാസ് എന്ന് പറയുന്ന പ്രദേശത്തെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചിട്ട് അവർ ആ പ്രദേശം പിടിച്ചടക്കി. മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുന്നവരെ അവർക്ക് പിടിച്ചടക്കാൻ പറ്റിയില്ലല്ലോ, പറ്റിയില്ല. മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവർ പിടിച്ചടക്കിയിട്ട് ആ രാജ്യം അവർ കയ്യിൽ വെച്ചു. ആ രാജ്യം കയ്യിൽ വെച്ചിട്ടാണ് മുസ്ലിങ്ങളെ പ്രദേശം മുറിച്ചിട്ട്, പലസ്തീൻ മുറിച്ചിട്ട് ഇസ്രയേൽ ഉണ്ടാക്കി കൊടുത്തത്. പഠിക്കണം നിങ്ങൾ. നമ്മൾ ഭിന്നിച്ചപ്പോഴാ 1757 1-ാം പ്ലാസി യുദ്ധം, 1757 പ്ലാസി യുദ്ധം. റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൗളയെ തോൽപ്പിച്ചു. റോബർട്ട് ക്ലൈവ് എങ്ങനെ സിറാജുദ്ദൗളയെ തോൽപ്പിച്ചത്? സിറാജുദ്ദൗള ആരാ? സിറാജുദ്ദൗള ബംഗാളിലെ വലിയ നവാബ, ശക്തനാണ്, വലിയ വിജിഗീഷുവായ ഭരണാധികാരിയാണ്. അവിടെ തോൽപ്പിക്കാൻ പറ്റൂല. എങ്ങനെ തോൽപ്പിച്ചു? നവാബിനെ തോൽപ്പിച്ചത് നവാബിന്റെ വലം കൈയും പ്രധാനമന്ത്രിയുമായിരുന്ന മീർ ജാഫറിനെ വിലക്കെടുത്തു. നവാബിന്റെ സ്ഥാനത്ത് നിന്നെ നവാബാക്കാന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി കളമാറി ചവിട്ടി ബ്രിട്ടീഷുകാർ പക്ഷത്തേക്ക് പോയി. അങ്ങനെ റോബർട്ട് ക്ലൈവ് അയാളെയും കൂട്ടി പാളയത്തിൽ പടയുണ്ടാക്കി നവാബിനെ പുറത്ത് ചാടിച്ച് നശിപ്പിച്ചു. അവസാനം ഇയാളെയും നശിപ്പിച്ചു. പിന്നെ ബ്രിട്ടീഷുകാർ അധികാരം പിടിച്ചു. ആ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധികാരത്തിന്റെ തുടക്കം കുറിച്ചത് മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചിട്ടാണ്. നമ്മുടെ നാട്ടുപ്രദേശത്ത് ഈ പ്രദേശമൊക്കെ ടിപ്പുവിന്റെ പടയോട്ട കാലമുള്ള, ടിപ്പുവിന്റെ സ്മരണ ഒരുങ്ങുന്ന മണ്ണിന്റെ ഭാഗമാണ് ഇതൊക്കെ. മൈസൂരിന്റെ ആ ടിപ്പു സുൽത്താൻ എവിടെയാണ് മരിച്ചത്? മൈസൂരിൽ, ശ്രീരംഗപട്ടണത്ത്, തന്റെ കോട്ടയിൽ. എങ്ങനെയാണ് ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാർക്ക് പിടിക്കാൻ കിട്ടിയത്? ഒരു ബ്രിട്ടീഷ് പട്ടാളത്തിനും ടിപ്പുവിനെ പിടിക്കാൻ പറ്റൂല. ടിപ്പു വിദഗ്ധനാണ്, സൈനികനാണ്, നല്ല തന്ത്രജ്ഞനാണ്, ആളും ബലവുമുള്ള ടിപ്പുവാണ്. ബുദ്ധി അതിനേക്കാൾ അപാരമാണ്. ആ ടിപ്പുവിനെ എങ്ങനെയാണ് വീഴ്ത്തിയത്? 1799 ടിപ്പു എങ്ങനെ വീണത്? ടിപ്പു വീണത് സ്വന്തം കൊട്ടാരത്തിൽ, ശ്രീരംഗപട്ടണത്ത്. ആരാ ടിപ്പുവിനെ നശിപ്പിച്ചത്? ടിപ്പുവിന്റെ സ്വന്തം പ്രധാനമന്ത്രി മീർ സാദിഖ് ഒറ്റിക്കൊടുത്തു. ബ്രിട്ടീഷുകാരെ ഇരുന്ന് അച്ചാരം വാങ്ങി ടിപ്പുവിന് ഒറ്റിക്കൊടുത്തു. അർദ്ധരാത്രി ടിപ്പുവിന്റെ കൊട്ടാരത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷ് സൈനികരെ അകത്ത് കയറ്റി. എന്നിട്ട് ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ പാളയത്തിൽ പടയുണ്ടാക്കി. ടിപ്പുവിനെ അവർ വെടിവെച്ചു കൊന്നു. മരണം വരെ ടിപ്പു പൊരുതി. ടിപ്പു അവസാനം നെഞ്ചിൽ വെടിയേറ്റ് മരിച്ചു, സ്വന്തം തട്ടകത്തിൽ. ആരാ ഉത്തരവാദി? മീർ സാദിഖ്. ആ മീർ സാദിഖുമാരും മീർ ജാഫർമാരും അതുപോലെയുള്ള ആളുകളുമാണ് നമ്മുടെ സമൂഹത്തിൽ
അപകടകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെയാ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, കുടുംബപരമായോ വ്യക്തിപരമായോ തമ്മിൽ ഭിന്നിക്കരുത്, തമ്മിലടിക്കരുത്. പെണ്ണുങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ. ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. പരിശുദ്ധ റമദാനാണ് വരുന്നത്. നിങ്ങളൊക്കെ റമദാനെ കാത്തിരിക്കുന്നത് എന്തിനാ? നിങ്ങൾ പരിശുദ്ധ റമദാനെ കാത്തിരിക്കുന്ന ഒറ്റ കാര്യത്തിനാ, പുണ്യം കിട്ടാൻ. അള്ളാഹു നമുക്ക് റമദാനിലെ പുണ്യം പ്രദാനം ചെയ്യട്ടെ. റമദാനിലെ ഏറ്റവും പുണ്യപ്പെട്ട ദിവസം ഏതാ? ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറാണ് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലായിക്കോ, 4 കൂട്ടർക്ക് ലൈലത്തുൽ ഖദർ കിട്ടൂല. ലൈലത്തുൽ ഖദർ കിട്ടൂല, അതിന്റെ പുണ്യവും കിട്ടൂല, നിങ്ങളെ ദുആ സ്വീകരിക്കൂല. ആരാ 4 കൂട്ടര്? 1, മുദ്മിനു ഖംർ, മദ്യപാനവുമായി ബന്ധപ്പെട്ട മയക്കുമരുന്നിന്റെ ആളുകൾ. നമ്മുടെ മക്കൾ ആരെങ്കിലും അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അവരോടൊന്ന് വിളിച്ചു പറയണം, നിങ്ങൾ ഒരു നിലക്കും നിങ്ങൾ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അടിമകളോ ഉപാസകരോ ആവരുത്. അതൊന്ന് പറയണം. 2, രണ്ടാമത്തെ എന്താ? അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് രണ്ടാമത്തെ കാര്യം, 4 കാര്യമാണ് പറഞ്ഞത്. ഏറ്റവും ഇനി പറയുന്ന 3 കാര്യം ശ്രദ്ധിച്ചോളൂ. അതാ ശ്രദ്ധിക്കേണ്ടത്. മദ്യത്തിന്റെ അവസ്ഥ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. 3 കാര്യം. ഒന്നാരാ? 1, ആക്കുല്ലി വാലിദൈഹി, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആൾ. ഉമ്മാനും ഉപ്പാനും വെറുപ്പിക്കുന്ന ആളുണ്ടല്ലോ, ആരാണെങ്കിലും ശരി, അവർക്ക് ലൈലത്തുൽ ഖദറിന്റെ ഗുണം കിട്ടൂല. പിന്നെ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കണം, ബാപ്പ എന്ത് പറയുന്നു, ഉമ്മ എന്ത് പറയുന്നു, അവര് പറയുന്ന അനുസരിക്കാം. അതിൽ അപ്രായോഗിക തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഉമ്മാനിപ്പാനും ധിക്കരിക്കരുത്. സ്വന്തം മാതാപിതാക്കളെ ധിക്കരിക്കുന്നവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടൂല. മൂന്നാമത്തേത് ഖാത്തിഉർ റഹം, കുടുംബ ബന്ധം മുറിക്കുന്ന ആൾ. കുടുംബ ബന്ധം മുറിക്കുക. ഖത എന്ന അറബി വാക്കിന്റെ അർത്ഥം മുറിച്ചു എന്നാണ്. റഹിം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം. അപ്പൊ ഗർഭപാത്രം മുറിക്കുക പറഞ്ഞാൽ ഒരേ ഗർഭപാത്രത്തിൽ ജനിച്ച ആളുകൾ തമ്മിൽ തെറ്റുക, ജേട്ടനും അനുജനും തമ്മിൽ തല്ലുക, ആങ്ങളെയും പെങ്ങളും രണ്ടാവുക. അങ്ങനത്തെ അവസ്ഥ ഉണ്ടോ? സ്വന്തം ഉമ്മാനോട് പണങ്ങിയവര്, ബാപ്പാനോട് പണങ്ങിയവര്, ആങ്ങളയോട് പണങ്ങിയവര്, പെങ്ങളോട് പണങ്ങിയവര് പള്ളിയിൽ വന്ന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ലൈലത്തുൽ ഖദറിന്റെ ഗുണം കിട്ടൂല. അന്ന് ലൈലത്തുൽ ഖദർ ആയാലും കിട്ടൂല. ഞാനല്ല പറയുന്നത്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ ആളാരാന്നറിയോ? മുഷാഹിൻ. കുടുംബമൊന്നുമല്ല, പിണങ്ങ് വെറുതെ. ഒരു വ്യക്തിയോട്, അയൽവാസിയോട് പണങ്ങുക, അവൻ കുടുംബമൊന്നുമല്ല, പണങ്ങുക. എന്താ പണങ്ങിയത്? ഒരു കാര്യമില്ല, ശർഈയായ കാരണത്താൽ നിങ്ങൾക്ക് പണങ്ങാം. നിസ്കരിക്കാത്തവനാണോ നിന്നോട് ബന്ധമില്ല എന്ന് പറയാം, കള്ളുപിടിക്കുന്നവനാണോ ബന്ധമില്ല എന്ന് പറയാം. പിന്നെ നിങ്ങൾ എന്തിനാ പണങ്ങിയത്? നിങ്ങൾ പണങ്ങിയത് ചിലപ്പോൾ ഒരു കോഴി ചാടിയനായിരിക്കും, പ്രതി കോഴിയാണ്, അല്ലെങ്കിൽ ആടാണ്. ആട് വന്നൊരു ചെടി കടിച്ചു, അന്ന് മുതൽ പിന്നെ മിണ്ടാറില്ല. സ്ത്രീകൾ മനസ്സിലാക്കണം, അവർക്കൊന്നും ലൈലത്തുൽ ഖദർ കിട്ടൂല. എന്താണ് ഈ 4 കാര്യങ്ങളും? ഒന്ന്, മദ്യപാനി, അവനെ മാറ്റി നിർത്താം. ബാക്കി 3 കാര്യങ്ങൾ എന്താ? മനുഷ്യൻ തമ്മിലുള്ള ബന്ധം ചേർത്ത് പിടിക്കലാണ്, മനുഷ്യൻ തമ്മിലുള്ള ബന്ധം രൂഢമൂലമാക്കലാണ്. ആ ബന്ധങ്ങൾ സൂക്ഷിക്കുക. മുസ്ലിം ലീഗിന്റെ ഈ ക്യാമ്പിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദീൻ ഉൾക്കൊണ്ടെങ്കിലേ ലീഗ് ഉണ്ടാവും. കുട്ടികളെ ശരിക്കും ദീൻ പഠിപ്പിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു വ്യക്തിയോടും നമ്മൾ പിണങ്ങണ്ട, കുഴപ്പമുണ്ടാക്കണ്ട. ഒരിക്കലും നമ്മളാൽ ഒരു പ്രശ്നം നാട്ടിലുണ്ടാകാൻ പാടില്ല. നമ്മൾ ക്രമസമാധാനം തകർക്കാൻ പാടില്ല. നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. സന്തോഷത്തോടെയും ഒരുമയോടെയും കൂടി മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്.